പണ്ട് രാജഭരണകാലത്ത് മരണശയ്യയിൽ കിടക്കുന്ന രാജാവ് തന്റെ അനന്തരാവകാശിയെ തീരുമാനിച്ചു മരണത്തിന് കീഴടങ്ങിയ ശേഷം രാജാവ് മരിച്ച് 24 മണിക്കൂറിനകം ജനാധിപത്യ രീതിയിൽ ഞങ്ങളിതാ പുതിയ ആളെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകമുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അച്ഛനു പകരം മകൻ, ഭർത്താവിന് പകരം ഭാര്യ, അങ്ങനെ നീളുന്നു പട്ടിക. നിലമ്പൂരിൽ പക്ഷേ ആ അതിവൈകാരികതയും 3.5 പതിറ്റാണ്ടിന്റെ ലെഗസിയും വോട്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞാകണം പാതിരാത്രിയിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൂടി വേണ്ടി വന്നത്. തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവരെന്ന് അധിക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ഹൃദയം തകർന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. CPIM-ന്റെ സ്ഥാനാർത്ഥിയെ പോലും തീരുമാനിക്കാൻ ശക്തിയുള്ള MLA അങ്ങോട്ട് കാണാൻ പോയ നിലമ്പൂരിന്റെ PV അൻവർ. ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: കെ സുധാകരൻ രഹസ്യമായി എന്നെ വന്ന് കണ്ടത് ഞാൻ ആരോടെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പാലക്കാട് തെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ രഹസ്യമായി വന്ന് കണ്ട് വോട്ടും സഹായവും അഭ്യർത്ഥിച്ചിരുന്നു. അത് ഞാൻ ആരോടെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പല കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി അങ്ങോട്ട് പോയി കണ്ടിട്ടും അത് ആരോടും പറയാത്ത PV അൻവറിനെ ഇനിയും എന്തിനാണ് സഖാക്കളെ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്തവരെന്ന് അധിക്ഷേപിക്കുന്നത്? കോൺഗ്രസ് പുറത്തു നിർത്തി വാതിലടച്ച PV അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ രഹസ്യമായി കണ്ട വീഡിയോ അപ്പോൾ പുറത്തു വന്നത് എങ്ങനെയാകും? യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ സിനിമാ നടൻ അജിത്ത് വോട്ട് ചെയ്തു എന്ന ചോദ്യം പോലെ രാഹുൽ അൻവർ കൂടിക്കാഴ്ചയുടെ വീഡിയോ ആര് പുറത്തുവിട്ടു എന്നതും ഉത്തരമില്ലാത്ത സമസ്യയായി തുടരട്ടെ. പക്ഷേ PV അൻവറിനെ കാണാൻ പോയപ്പോൾ ആ കാറിലിരുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ OLX ഒന്ന് നോക്കിയിരുന്നുവെങ്കിൽ UDF മെമ്പർഷിപ്പുള്ള BJP സ്ഥാനാർത്ഥി എന്ന നാണക്കേടെങ്കിലും ഒഴിവാക്കാമായിരുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കുചേരുന്നവർ: PMR ഷോ CPIM-ൽ നിന്നും OK ഫറൂഖ്, കോൺഗ്രസ് നേതാവ്; അഡ്വക്കേറ്റ് LL കുമാർ, ഇടത് നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം OK ഫറൂഖിലേക്ക്. ഫറൂഖ്, ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് സ്വീകരിച്ച ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റാൻഡായിരുന്നു PV അൻവറുമായി ബന്ധപ്പെട്ട. അതിനൊരു പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ ഉണ്ട്. നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പരസ്യമായി PV അൻവർ അധിക്ഷേപിക്കുന്നു. അപ്പോൾ അങ്ങനെ പരസ്യമായി ആക്ഷേപിച്ച ആ നിലപാട് തിരുത്താതെ, പരസ്യമായി തന്നെ തിരുത്താതെ മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് PV അൻവറിന് നേരെ വാതിലടയ്ക്കുകയാണ്. അപ്പോൾ ആ നിലപാട് എല്ലാ തരത്തിലും വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നിട്ടും വലിയ പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസിന്റെ ചരിത്രത്തിൽ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് വ്യത്യസ്തമാകുന്നത്. പക്ഷേ അങ്ങനെ സ്വീകരിക്കുന്ന നിലപാടിനെ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രഹസ്യ കൂടിക്കാഴ്ച ദുർബലമാക്കിയില്ലേ? ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ കേരളത്തിലെ 9 വർഷത്തെ ഇടതുപക്ഷ പിണറായിസത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ മൊത്തം കാത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടി. അപ്പോൾ അതിനായി നിലമ്പൂരിലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ആ കേരള ജനങ്ങളുടെ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതിഫലിപ്പിക്കും. അത് UDF-ന് അനുകൂലമാകും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങളിവിടെ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇടതുപക്ഷ MLA ആയി ഏകദേശം 8.5 വർഷക്കാലം MLA ആയി പ്രവർത്തിച്ച വ്യക്തിയായ ശ്രീ PV അൻവർ രാജിവെച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ നെറികേടുകൾക്കെതിരെ വന്യജീവികൾ അക്രമം നടത്തുമ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാത്ത ഗവൺമെന്റും അവിടെ വന്യമൃഗങ്ങൾ മനുഷ്യരെ കൊല്ലുമ്പോൾ അപ്പുറത്ത് വന്ന് ഹിന്ദി പാട്ട് പാടി അർമാദിക്കുന്ന വനംവകുപ്പ് മന്ത്രിയുടെയൊക്കെ നിലപാടുകൾ, അതുപോലെ തന്നെ സംഘപരിവാറും CPM-ഉം തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം ആരോപിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ നിന്നും എന്നേക്കുമായി ആ മുന്നണി ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും വർഗീയ കക്ഷികളല്ലാത്ത ഈ ആന്റി പിണറായിസത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള എല്ലാവരുമായും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനം തന്നെയാണ് കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് ഇതിനെ
അപ്രോച്ച് ചെയ്യുന്നതും ശരി, അതായത് ഫറൂഖ്, ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അർദ്ധരാത്രിയിൽ അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണോ താങ്കളുടെ പോയിന്റ്? ഞാൻ പറഞ്ഞു വരാം. ശ്രീ PV അൻവറിനെ UDFന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ കണ്ടതുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബഹുമാന്യ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. കോൺഗ്രസും UDFന്റെയും പ്രതിനിധിയായോ അല്ല അദ്ദേഹം അവിടെ കണ്ടത്. വ്യക്തിപരമായി അദ്ദേഹം ശ്രീ PV അൻവറെ കണ്ടു എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെയാണ് പ്രശ്നം. നോക്കൂ, താങ്കൾ പറഞ്ഞതുപോലെ അൻവറുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ നിലപാട് UDFും കോൺഗ്രസും സ്വീകരിക്കുകയായിരുന്നല്ലോ. വളരെ വലിയ തരത്തിൽ ചർച്ചകൾ നടന്നു. താങ്കൾ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് അനുകൂലമായ സമീപനങ്ങളൊക്കെ അതിൽ സ്വീകരിച്ചു. പക്ഷേ അതിൽ മുന്നോട്ട് പോകാനാകില്ല എന്ന് കണ്ട ചർച്ചയുടെ എല്ലാ വാതിലുകളും അടച്ചൊരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. VD സതീശൻ പരസ്യമായി ഇനി ആ വിഷയത്തിൽ ചർച്ചയില്ല, അൻവറുമായി ബന്ധപ്പെട്ട വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അന്നേ ദിവസം വൈകുന്നേരം PV അൻവർ VD സതീശനെതിരെ, സതീശനിസത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ മാറുന്ന രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആണല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടിന് വിരുദ്ധമായി ഒരു വ്യക്തിപരമായി കൂടിക്കാഴ്ച നടക്കാൻ മാത്രമായി അല്ലെങ്കിൽ നടക്കുന്ന രീതിയിലേക്ക് ആ സാഹചര്യം മാറിയത് എങ്ങനെയാണ് ഫറൂഖ്? അതിലാണ് ഇപ്പോഴും വ്യക്തതയില്ലാത്തത്. ആ സാഹചര്യത്തെ വിശദീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ആയിട്ടുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കൈരളിയുടെ പ്രതിനിധിയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം നടത്തുന്നുണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, UDFന്റെ ശ്രീ അൻവറിനെ UDFൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചക്കും എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല, ഞാൻ പോയിട്ടില്ല. വ്യക്തിപരമായിട്ട് മാത്രമാണ് അവിടെ സന്ദർശനം നടത്തിയതെന്ന് ആ ചാപ്റ്റർ അതോടുകൂടി അവസാനിച്ചു. ഇപ്പോൾ താങ്കൾ പറഞ്ഞു പിണറായിസത്തിനെതിരെയാണ് അൻവർ അവിടെ വലിയ ശക്തിയായി വന്നത്, അതിനെതിരെയാണ് അൻവർ രാജിവെച്ചത്, അതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ പിണറായിസം എന്ന് പറയുന്ന അതേ ആർജവത്തോടെ അൻവർ സതീശനിസത്തെയും വിമർശിച്ച രാത്രിയിൽ തന്നെ കോൺഗ്രസിന്റെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട MLA ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിന് അറിയാം. അങ്ങനെ ഒരാൾ വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്താൻ പോകുകയാണ്, എന്നിട്ട് പറയുന്നു പാർട്ടി നിയോഗിച്ചതല്ല, വ്യക്തിപരം എന്നതിനപ്പുറം അതിലേക്ക് ഒന്നുമില്ല. അപ്പോൾ നോക്കൂ, നിങ്ങളുടെ മുന്നണിയെ സതീശൻ നയിക്കുന്ന UDFിലേക്ക് കോൺഗ്രസിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ പിണറായി വിജയനെ ഏത് ഭാഷയിൽ വിമർശിച്ചോ അതേ ഭാഷയിൽ VD സതീശനെ വിമർശിക്കുന്ന ദിവസം രാത്രി ഒരു വ്യക്തിപരമായ കൂടിക്കാഴ്ച, അതിനെ ഇപ്പോഴും എങ്ങനെയാണ് ന്യായീകരിക്കാനാകുന്നത് ഫറൂഖിനെ പോലൊരു നേതാവിന്? ഞാൻ ഇപ്പോഴും വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ വ്യക്തിപരമായ ഒരു സന്ദർശനത്തിനപ്പുറത്തേക്കില്ല, ഇത്തരം സന്ദർശനങ്ങൾ നടത്താത്ത ആരുമില്ല. ഇപ്പൊ നമുക്കറിയാം കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ശ്രീ PV അൻവർ ഒരു കാലത്ത് കോൺഗ്രസിനകത്ത് നിന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതുപോലെ പല നേതാക്കന്മാരും CPMന്റെ നേതാക്കന്മാരും പോയിട്ടുണ്ടല്ലോ, ഇല്ലേ? നിങ്ങൾ പോയിട്ടില്ല എന്ന് പറയാൻ കഴിയും? കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാത്രമല്ലല്ലോ പോയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, പാർട്ടിക്ക് അക്കാര്യത്തിൽ വിശദീകരണം പോലും വേണ്ടി വന്നിട്ടില്ല, വേണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. VD സതീശൻ വിശദീകരണം ചോദിക്കുമെന്നൊന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയുടെ സാങ്കത്യം താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതൊന്ന് വിശദീകരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞു ആ കാര്യം. ഞങ്ങൾ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന രീതിയിൽ തന്നെ സംസാരിച്ചു. രാഹുലും പറഞ്ഞു, ഞാൻ ആ പോയ ഇത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയായിരുന്നു. സ്വാഭാവികമായിട്ടും പാർട്ടി ആ കൂടിക്കാഴ്ചയെ താല്പര്യപ്പെടാത്ത രീതിയിലാണെങ്കിൽ ഞാൻ ആ പോയത് ശരിയല്ല എന്ന രീതിയിലും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതോടെ ആ വിഷയം അവസാനിച്ചു. ഇവിടെ ജനങ്ങൾക്ക് പൊറുതിമുട്ടി നിൽക്കുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് സഹിക്കാൻ കഴിയാത്ത ജനതയുടെ അതൊക്കെയാണ്, ആ വിഷയമൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോരുന്നത്. അൻവർ വിഷയങ്ങളൊക്കെ അവസാനിക്കുകയാണ്. അൻവർ ഇവിടെ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഈ ഗവൺമെന്റിന്റെ ഈ തെറ്റായ നയങ്ങൾ, സംഘപരിവാർ ബന്ധം, അതിന് ADGP അജിത് കുമാറുമായുള്ള ബന്ധങ്ങളെല്ലാം, അതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചക്കപ്പുറത്തേക്ക് ഇത്തരം ചർച്ചകൾക്ക് ഇനിയൊരു പ്രസക്തി ഇല്ല. അത് ഞങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചർച്ച എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോ സ്വരാജിനെ പോലുള്ളവർ നിലമ്പൂരിൽ ഉണ്ടായിട്ട് എന്തേ നിങ്ങൾ പരിഗണിക്കാത്തെന്ന് ചോദിച്ചപ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടി വന്നു, നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ എന്നുള്ളത് കൂടി. പ്രിയപ്പെട്ട CPMന്റെ സുഹൃത്തുക്കള് അവിടെ അപ്പുറത്തുണ്ടല്ലോ.
അതൊക്കെ ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു പ്രസ്താവന വേണ്ടി വന്നു. നിങ്ങൾക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്തേണ്ടത് അത്രമാത്രം വ്യാപ്തി കേരള രാഷ്ട്രീയത്തിൽ ഇതിനോടകമുള്ള ഒരു നേതാവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ നേതാവാണ് നിങ്ങളുടെ UDF ചെയർമാനെ പരസ്യമായി സതീശനിസത്തെ തള്ളിപ്പറഞ്ഞ രാത്രിയിൽ തന്നെ ആ വൈകുന്നേരം തള്ളിപ്പറയുന്നു, ആ രാത്രിയിൽ തന്നെ രഹസ്യമായി പോയി കൂടിക്കാഴ്ച നടത്തുന്നത്. അവിടെയാണ് ഫറൂഖ് പ്രശ്നം. അതിനൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആ ന്യായീകരണം അങ്ങോട്ട് വെടിപ്പാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ മടങ്ങി വരാം. PM മാർഷോ, ഇന്നിപ്പോൾ ഇതാ മുഖ്യമന്ത്രിയൊക്കെ വരുന്ന വലിയൊരു റാലി CPM-ന്റെ നേതൃത്വത്തിൽ LDF-ന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ നടക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ചില വാക്കുകളൊന്ന് കേൾക്കാം, അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. നിലമ്പൂരിൽ ഞങ്ങൾ സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇനി അത് കൂടുതൽ വോട്ടോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നതിലൂടെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് വിജയിപ്പിച്ചയക്കുക. PM മാർഷോ, വലിയ ആത്മവിശ്വാസമാണ്. നോക്കൂ, M സ്വരാജിനെ മത്സരിപ്പിക്കാൻ വെല്ലുവിളിക്കുന്ന, സ്വരാജാണ് സ്ഥാനാർത്ഥിയെന്ന് അറിയുന്ന മാത്രയിൽ ഗോവിന്ദൻ മാസ്റ്റർ, തളിപ്പറമ്പിലെ നിലവിലെ MLA ആണ്, ഗോവിന്ദൻ മാസ്റ്ററെ മത്സരിപ്പിക്കണമായിരുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് നിലവിട്ടു പോകുന്ന, പിന്നീട് സ്വന്തം സ്ഥാനാർത്ഥിയെയും UDF ചെയർമാനെയും പരസ്യമായി പുലഭ്യം പറയുന്ന PV അൻവറിനെ രാത്രിയുടെ മറവിൽ പോയി കാണേണ്ടി വരുന്ന കോൺഗ്രസിന്റെ ഭയത്തിന്റെ പേരാണോ M സ്വരാജ്? അല്ല, അതിനു മുൻപ് എനിക്ക് മുൻപേ അവസാനിപ്പിച്ച കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിൻ്റെ സംസാരം അവസാനിപ്പിക്കുന്ന ഘട്ടം കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നുന്നൊരു കാര്യമുണ്ട്. ഉത്തരത്തിലിരിക്കുന്ന പല്ലി ഉണ്ടല്ലോ, പല്ലിയുടെ വിചാരം ഉത്തരം താങ്ങി നിർത്തുന്നത് ആ പല്ലിയാണ് എന്നാണ്. ഇവിടുത്തെ ചില ആളുകളുടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള ഇടപെടൽ കാണുമ്പോൾ ഈ ഉത്തരത്തിലിരിക്കുന്ന പല്ലിയുടെ അതേ അവസ്ഥയാണ്. അപ്പോൾ ആ പല്ലി അങ്ങനെ കരുതിക്കോട്ടെ, ഉത്തരം താങ്ങി നിർത്തുന്നത് താനാണെന്നുള്ളത്, പല്ലിക്ക് അതിനുള്ള അവകാശമുണ്ട്, പല്ലി അങ്ങനെ തുടർന്ന് കൊള്ളട്ടെ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ നാളെ 2-ാം തീയതിയാണ്, നാളത്തോടുകൂടെ നോമിനേഷൻ സമർപ്പിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സമയം അവസാനിക്കും. നോമിനേഷൻ പ്രവർത്തനം പൂർണ്ണമായും നാളത്തോടുകൂടെ അവസാനിക്കും. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപുള്ള രാത്രിയിലാണ് നമ്മളുള്ളത്. ഈ ഒരു ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നേരത്തെ അസീസ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സഖാവ് ആരാധ്യനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ആവേശത്തോടു കൂടി ഞങ്ങളുടെ സ്ഥാനാർത്ഥി മുതൽ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരും, നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ വോട്ടർമാരും അങ്ങേയറ്റം ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ആദ്യഘട്ടത്തെ പൂർത്തീകരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തെ ആത്മവിശ്വാസത്തോടും ആവേശത്തോടും കൂടെ മറികടന്ന് 2-ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ കാണുകയാണ് ഇതര ക്യാമ്പുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക, അങ്കലാപ്പ്. ഇപ്പോൾ കോൺഗ്രസിന്റെ UDF-ന്റെ ക്യാമ്പ് എത്രമാത്രം അങ്കലാപ്പിലാണ്, ആശങ്കയിലാണ്, ആത്മവിശ്വാസ കുറവാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിൽ ഉത്തരത്തിലിരിക്കുന്ന പല്ലിയടക്കമുള്ള ആളുകൾ ഈ നാടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അധിക്ഷേപ പരാമർശങ്ങൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, വെല്ലുവിളികൾ. ജനാധിപത്യപരമായൊരു തെരഞ്ഞെടുപ്പിനകത്ത് ഇതായി മാറുന്നു അവരുടെ ഭാഷ എങ്കിൽ അത്രമേൽ ആത്മവിശ്വാസക്കുറവിലാണ് അക്കൂട്ടർ എന്ന് വേണം കരുതാൻ. ആ ആത്മവിശ്വാസക്കുറവിന്റെ തുടർച്ചയിലാണ് ഇപ്പോ ഇന്നത്തെ ഈ ചർച്ചയുടെ ടൈറ്റിൽ ഉൾപ്പെടെ പറഞ്ഞു വെച്ചതുപോലെ ഈ വെല്ലുവിളികളുമായി പുറത്ത് പകൽ വെളിച്ചത്തിൽ മാധ്യമങ്ങളുടെ 4 മൈക്ക് കാണുമ്പോൾ ലോകത്തില്ലാത്ത വെല്ലുവിളി മുഴുവൻ മുഴക്കുകയും സൂര്യൻ അസ്തമിച്ചു എന്ന് കാണുന്ന ഘട്ടത്തിൽ തലയിലൊരു മുണ്ടെടുത്തിട്ട് എവിടെയും പോയി ആരുടെയും കാലു പിടിക്കാൻ പാകത്തിലേക്ക് ഇവരെത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ അത്രമേൽ ആത്മവിശ്വാസമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന അതിദയനീയമായ പരാജയത്തിന്റെ എല്ലാ സാധ്യതകളും ഇവരുടെ മുൻപിൽ തെളിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആദ്യഘട്ടം കഴിയുമ്പോഴേക്കും ഏതു കാല് കണ്ടാലും ആ കാലിൽ അമർത്തിപ്പിടിക്കണം എന്ന മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ UDF-നെ, കോൺഗ്രസിനെ എത്തിച്ച ആത്മവിശ്വാസത്തിന്റെ പേരാണ് നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് M സ്വരാജ് എന്നുള്ളത്. ആ ആത്മവിശ്വാസത്തിൽ
തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ഈ നാടിനകത്തുള്ള മനുഷ്യരാകെ സഖാവ് എം സ്വരാജിന്റെ വിജയം ആഗ്രഹിക്കുന്നുണ്ട്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാകെ സഖാവ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഈ ഘട്ടത്തിൽ തന്നെ, ആദ്യഘട്ടത്തിൽ തന്നെ ഹൃദയത്തിലേറ്റിയതിന്റെ അനുഭവമാണ് ഈ 2 ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതിശക്തമായ, അത്യധികം ആവേശത്തോടു കൂടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാകെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും 23-ാം തീയതി ഈ ആവേശകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒടുക്കം വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ നിലമ്പൂരിലെ ജനത ചരിത്ര ഭൂരിപക്ഷത്തിൽ സഖാവ് കുഞ്ഞാലിയുടെ പിന്മുറക്കാരനായി സഖാവ് എം സ്വരാജിനെ നിയമസഭയിലേക്ക് അയക്കും. ഇന്ന് സഖാവ് പിണറായി വിജയൻ നിലമ്പൂരിലെ ജനതയോട് ആഹ്വാനം ചെയ്തത് കുറച്ചു മുൻപ് അവതാരക പ്ലേ ചെയ്തു. അവർ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിക്കുന്നിടത്തേക്ക് കേരള നിയമസഭയിലേക്ക് നിലമ്പൂരിന്റെ ശബ്ദമായി മാറുന്നതിന് വേണ്ടി നിലമ്പൂരിലെ ജനത സഖാവ് എം സ്വരാജിനെ പറഞ്ഞയക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ശരി. അഡ്വക്കേറ്റ് എൽ ലാൽകുമാർ, ഇന്നത്തെ PV അൻവറിന്റെ മണിക്കൂറുകൾ നീളുന്ന വാർത്താ സമ്മേളനം വാസ്തവത്തിൽ ഈ സ്ട്രെസ് റിലീഫിനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം. പക്ഷേ അങ്ങനെ നമ്മൾ പറയുമ്പോൾ പോലും അതിലൂടെ അൻവർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരു വർഗീയ അജണ്ട കൂടി അതിലുണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഞാനതൊന്ന് വിശദീകരിച്ച് പറയാം. അൻവറിന്റെ ചില വാക്കുകളാണ്. അൻവർ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്, എന്നെ പൊതുവെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്നൊരു നറേഷൻ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് K സുധാകരൻ എന്നെ രഹസ്യമായി വന്ന് കണ്ടിട്ടുണ്ട്. ഞാനത് ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും എന്നെ രഹസ്യമായി വന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ അതും ഇതുവരെ ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല, ഇനി ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ രഹസ്യ കൂടിക്കാഴ്ചകൾ പോലും പരസ്യമായി പറയാത്ത എന്നെയാണോ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആള് എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്ന PV അൻവർ ഇതൊന്നും പുറത്തു പറയാത്തതിന്റെ കാരണമായി പറയുന്നത് എന്താണെന്നുള്ളത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമോ? അത് ഞാൻ വിശ്വാസിയായതുകൊണ്ടാണ്, ഞാൻ സത്യവിശ്വാസിയായതുകൊണ്ടാണ്, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. തൊട്ടടുത്ത ചെക്ക UDF-ന് വേണ്ടി മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത്, പേരിൽ അദ്ദേഹം മുസ്ലിമാണ്, മുസ്ലിം മത സമൂഹത്തിനോടൊപ്പം നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്നുവെങ്കിലും സിനിമ പോലും എടുത്ത് ആ സമൂഹത്തിനെതിരെ നിലപാടെടുത്തിട്ടുള്ള ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ കിട്ടില്ല. ഞാനാണ് യഥാർത്ഥ മുസ്ലിം. 43% മുസ്ലിം വോട്ട്. തൊട്ടടുത്ത പക്ഷം, അതാണ് ഏറ്റവും തമാശ കേട്ടോ, എം സ്വരാജ് ഹിന്ദുവാണ് അദ്ദേഹം പേരുകൊണ്ട്. പക്ഷെ സ്വരാജ് ലിബറൽ നിലപാടൊക്കെ എടുക്കുന്നുവെന്ന് അൻവർ തന്നെ പറയുന്നുണ്ട്. ശബരിമല വിഷയമാണ് പറയുന്നത്. അന്ന് ഹിന്ദുക്കൾക്കെതിരെ സ്വരാജ് നിലപാടെടുത്തു. ഞാനാകട്ടെ പഹൽഗാം വിഷയത്തിൽ ഉൾപ്പെടെ ഹിന്ദുക്കളുടെ വികാരത്തിനൊപ്പം നിന്നു. തീവ്രവാദത്തിനെതിരെ പോരാടിയ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന് കൈയടിച്ചു. 45% വരുന്ന ഹിന്ദു വോട്ട്, അതായത് ഞാനാണ് ഹിന്ദുക്കളുടെ സ്നേഹി. മൂന്നാമതായി ജോയിയെ മത്സരിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? മലയോര ജനതയുടെ ആവശ്യം പരിഗണിച്ചാണ്. അതായത് ന്യൂനപക്ഷമാണ്, ക്രൈസ്തവരുടെ ശബ്ദം എന്ന നിലയിലാണ്. പക്ഷേ UDF അത് കേട്ടില്ല, കോൺഗ്രസ് അത് കേട്ടില്ല. അപ്പോൾ ക്രൈസ്തവരോട് സ്നേഹമുള്ള ആൾ ഞാനാണ്. 10% ക്രിസ്ത്യൻ വോട്ട്. ഈ ഒരു കാൽക്കുലേഷൻ അത് എത്ര കൃത്യമായാണ് അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചത് എന്നുള്ളതുകൊണ്ട്. പക്ഷേ സംസാരിക്കുന്നത് കേരളത്തോടാണ് എന്നത് മറന്നുപോയോ PV അൻവർ? അസിത് തന്നെ അതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് പറഞ്ഞു എന്നുള്ളതാണ്. നോക്കൂ, കുറച്ച് നാളുകളായി എനിക്ക് 100% ഉറപ്പുള്ള, അല്ലെങ്കിൽ ഒരു സംശയവുമില്ലാത്തൊരു കാര്യമാണ് PV അൻവർ എന്നുള്ള ഒരു വ്യക്തി ഒരു പൊളിറ്റിക്കൽ ന്യൂയിസൻസ് ആയി എന്നുള്ളത്. ആ പൊളിറ്റിക്കൽ ന്യൂയിസൻസ് ആയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നോക്കൂ, ഈ ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൂടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസ് ഇദ്ദേഹത്തിന് എടുക്കണ്ട, അല്ലെങ്കിൽ VD സതീശൻ ഇദ്ദേഹത്തെ എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അത് അദ്ദേഹം സ്ഥാനാർത്ഥിയെ റദ്ദ് ചെയ്തുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം, അദ്ദേഹത്തിനെ ആശ കൊടുത്ത് രാജിവെപ്പിച്ച് ഇടതുപക്ഷത്ത് നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശല്യമായ രീതിയിൽ ഒരു ന്യൂയിസൻസായി LDF-ന് മാറ്റത്തക്ക രീതിയിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചത് UDF ആണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പുറത്ത് വന്ന ശേഷം യഥാർത്ഥത്തിൽ അൻവർ എന്ന ന്യൂയിസൻസിൻ്റെ സ്ട്രെങ്ത്ത്, അദ്ദേഹത്തിൻ്റെ ന്യൂയിസൻസ് വാല്യൂ എത്രമാത്രം ഡീഗ്രഡേഷൻ ഉണ്ടാക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം, നോക്കൂ, UDF-ൽ നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ പോലും ഇദ്ദേഹത്തെ VD സതീശനെ ഭയങ്കരമായ മോശം പരാമർശങ്ങളാണ് അദ്ദേഹത്തിനെതിരെ നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബാലൻസ് ഇല്ലാത്ത, ഒരു മെൻ്റൽ ബാലൻസ് ഇല്ലാത്ത, പൊളിറ്റിക്കലി മെൻ്റൽ ബാലൻസ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അദ്ദേഹം നോക്കൂ, ഇന്നത്തെ കാര്യത്തിനകത്ത് ഒരുപാട് തമാശകൾ രൂപേണ താങ്കൾ പറഞ്ഞ പോലെ
ഒരു കോമിക് ലൈനിലേക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും വർഗീയതയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സംശയം പോലും ഇല്ലായിരുന്നു. അത് അസിത പറഞ്ഞത് പിക്ചർ പെർഫെക്റ്റാണ്. കാരണം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താ, ആര്യാടൻ കൊള്ളില്ല, വി.ഡി. സതീശൻ കൊള്ളില്ല, പിണറായി വിജയൻ കൊള്ളില്ല, എം സ്വരാജ് കൊള്ളില്ല, അതിന് കൊള്ളാത്തതിന് വർഗീയ കാരണങ്ങൾ നിരത്തുന്നു, പിന്നെ ആരാ മെച്ചം, ഞാൻ. അതല്ലേ പറഞ്ഞു വെച്ചത്. അപ്പം അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം ഏത് രീതിയിലാണ് വോട്ട് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത്, ഏത് അടിസ്ഥാനത്തിലാണ് നമ്മളുടെ മുന്നിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. സ്വരാജ് പറഞ്ഞിരിക്കുന്നു വികസനമാണ് ചർച്ച. സ്വരാജ് തന്നെ, ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു, തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത ശേഷം സ്വരാജ് അദ്ദേഹത്തെ വിളിച്ചിരുന്നു, നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷസ് കൈമാറി. അതൊക്കെ നമ്മൾ ഡെമോക്രാറ്റിക് എക്സസൈസിനകത്ത് ഭാഗമാണ്. ജയിക്കും തോക്കും, പക്ഷേ സൗഹൃദ ബന്ധം വലയമൊക്കെ നിൽക്കുന്നതാണ്. അവിടെ എന്താ അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്, ഞാൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുക എന്നുള്ളതാണ്. ആ സ്വരാജ് അങ്ങോട്ട് CPM സ്വരാജിനെ അങ്ങോട്ട് ഫീൽഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു സബ്സ്റ്റാൻഷ്യൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് കോർ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കാൻ പോകുന്നതാണ്. ആ ഹാർഡ് കോർ പൊളിറ്റിക്കൽ ഫൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്ന കമ്മ്യൂണൽ ആസ്പെക്റ്റാണ്. അതിനുള്ള തിരിയാണ് ഇന്ന് അദ്ദേഹം കൊളുത്തിയത്. നിലമ്പൂരിലെ ജനത അതിനകത്ത് വീഴും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാര്യം നിലമ്പൂരിലെ ജനതയ്ക്ക് ഇന്ന് സ്വരാജ് പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, ഏറനാടിൻ്റെ മണ്ണിന് അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിന്, മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ ശക്തി വലുതാണ്. അത് അൻവറിന് മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അൻവർ പല കാര്യങ്ങളും നോക്കൂ, അൻവർ ഇപ്പോഴല്ല ഈ വർഗീയത പറയുന്നത്. അൻവർ LDF വിട്ടുപോയല്ലോ. ആ വിട്ടുപോയപ്പം അദ്ദേഹം നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിസ്കരിക്കാൻ എന്നെ അനുവദിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതാണ് അദ്ദേഹം എപ്പോഴൊക്കെയാണോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗെയിൻസ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വേണ്ടത്, അപ്പോഴൊക്കെ അദ്ദേഹം ആ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം ഈ കമ്മ്യൂണൽ കാർഡ് വളരെ വ്യക്തമായി എടുത്ത് കളിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അടുത്ത ഒരു വിഷയത്തിലേക്ക് വരാം. നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞൊരു വിഷയം എന്താണ്, വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു. വി.ഡി. സതീശനാണ് ഇദ്ദേഹത്തിന് ഇയാളുടെ UDFിലേക്കുള്ള പൊസിഷനെ അല്ലെങ്കിൽ എൻട്രൻസിനെ ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞതെന്നുള്ളൊരു നമുക്ക് വ്യക്തമായിട്ട് ഇപ്പം മാധ്യമങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാർത്തകളുണ്ട്. അതവിടെ നിൽക്കുമ്പോൾ പോലും വി.ഡി. സതീശനെ രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും വാർത്താ സമ്മേളനം നടത്തി അധിക്ഷേപിക്കുന്ന ഒരാളുടെ അടുക്കിലേക്ക് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ പോകുന്നത്? അത് രാഹുൽ മാങ്കൂട്ടം വ്യക്തിപരമായി പോകുന്നു. നോക്കൂ, എന്നെ വിളിക്കുക, പിണറായി വിജയനെതിരെ എല്ലാ ദിവസവും ആക്ഷേപ വർഷം തൊടുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ എന്ത് ചോദിക്കണം? പിണറായി വിജയനെതിരായിട്ട് വോട്ട് ചെയ്യണമെന്നോ? പിണറായിസത്തിനെതിരെ നിൽക്കുന്നവരല്ലേ BJPക്കാർ. അപ്പോൾ BJPക്കാരുടെ വീട്ടിൽ ഒരു പോവോ? പിണറായിസം വിട്ടുകളയരുത് എന്ന് ബോധ്യപ്പെടുത്താൻ, എന്താ പിണറായിസം അല്ലെങ്കിൽ ആൻറ്റി പിണറായിസം വിട്ടുപോകരുതെന്ന് ഓർമ്മിപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ ദിവസവും ഇവരുടെ വീട്ടിൽ പോയി പറഞ്ഞാലേ ആകത്തുള്ളൂ അല്ലേ? നിങ്ങൾക്കൊരു പ്രസ്താവന ഇട്ടാൽ പോരെ? ഈ പറയുന്ന വീട്ടിൽ പോയി പറയണമെന്നുണ്ടോ? ഇത് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് അൻവർ എന്ന് പറയുന്ന ആളോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും അൻവർ എന്ന് പറയുന്ന വ്യക്തി ആൻറ്റി പിണറായിസം എന്ന് പറയുന്ന ആ ആസ്പെക്റ്റിനോട് ഞങ്ങൾ യോജിക്കുന്നു, അദ്ദേഹം ആൻറ്റി പിണറായിസം വിടരുത് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോരെ? ഈ വാർത്തകളെല്ലാം വരുമല്ലോ. അപ്പം രാത്രിയിൽ ആരും അറിയാതെ ഒതുക്കത്തിൽ നേരെ പോയി ചെവി പറഞ്ഞേക്കാമെന്ന് കരുതി എന്നുള്ളതല്ലേ ഇപ്പോൾ വരുന്നത്. ഈ പറഞ്ഞ മെസ്സേജ് മാത്രമായിരുന്നു എങ്കിൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ സബ്സ്റ്റൻസിലേക്ക് ഞാൻ വരാം. ഈ വിഷയത്തിൻ്റെ സ്വരാജ് വന്നതോടുകൂടി അവിടുത്തെ കളം അങ്ങ് മാറി. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ സ്വരാജ് ഇപ്പം കോൺഗ്രസ്സുകാർ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അവിടെ ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കാൻ പോകുന്നു എന്ന് വ്യക്തമായി അറിയാം. അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെ ശല്യം ഉണ്ടാക്കും? ആർക്ക് ശല്യം ഉണ്ടാക്കും? അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അൻവർ നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് അൻവർ ഒരു ആൻറ്റി പിണറായി ആളാണ്. ശരി, സഖാക്കന്മാരുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ പോയിട്ടുണ്ട്. ഇതാണല്ലോ അൻവറും പറയുന്നത്. അങ്ങനാണെങ്കിൽ അൻവർ സ്വതന്ത്രനായി നിന്നാൽ ഒരു 10,000-20,000 വോട്ട് LDFിൻ്റെ പിടിച്ചുകൊണ്ട് പോകുന്നു, വളരെ ഈസിയായി കോൺഗ്രസ് ജയിക്കുന്നു. അതാണല്ലോ സംഭവിക്കേണ്ടത്. പക്ഷെ അതല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത്. കാര്യം അൻവർ ഇൻഡിപെൻഡൻ്റായിട്ട് നിന്നാൽ അവിടെ തോക്കാൻ പോകുന്നത് UDF ആണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാര്യം അൻവർ പിടിച്ചു മാറ്റാൻ പോകുന്ന വോട്ട് UDFിൻ്റെ വോട്ടാണ്. അതുകൊണ്ടാണ് ഇവർ വെപ്രാളം കാണിക്കുന്നത്. സ്വരാജ് വരുമ്പോഴും ആദ്യത്തെ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞ എന്താ, സ്വരാജിൻ്റെ കാൻഡിഡേറ്റ്ഷിപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞ അത് അടഞ്ഞ അധ്യായമാണ്, അല്ലെങ്കിൽ ഇത് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞു. അൻവർ പറഞ്ഞ എന്താ, ഇനി ഒരു ചർച്ചയില്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെയും UDF യോഗം കൂടി.
നിങ്ങൾ അടഞ്ഞ അധ്യായം പിന്നെ ഇടയ്ക്ക് തന്നെ തുറന്നു വെച്ചിരിക്കുകയാണോ വാതിൽ? അപ്പം കാര്യം ഇത്രേ ഉള്ളൂ. സ്വരാജ് വന്നപ്പോഴത്തേന് അവിടുത്തെ പൊളിറ്റിക്കൽ ഇക്വേഷൻ മാറി. അതൊരു ഒരു ഒരു ഹാർഡ് കോർ ഫൈറ്റിലേക്ക് പോകുന്നു. അവിടെ അൻവർ റിബലായിട്ട് നിന്നാൽ, അല്ലെങ്കിൽ റബൽ എന്ന് പറയാൻ പറ്റില്ല, ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റായിട്ട് നിന്നാൽ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായിട്ട് നിന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് കൃത്യമായി കോൺഗ്രസിനാണെന്ന് കോൺഗ്രസിന് അറിയാം. ആ വെപ്രാളം കയറി പിടിച്ചു. അതുകൊണ്ടാണ് മുൻ KPCC അധ്യക്ഷൻ്റെ വാക്കുകൾ കൂടെ നമ്മൾ പോകേണ്ടതാണ്. ഇതിങ്ങനെ ആയിരുന്നില്ല കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പിത്ത് ആൻഡ് സബ്സ്റ്റൻസ്. എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. എൻ്റെ കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ടു എന്ന് സുധാകരൻ പറയുന്നുണ്ടെന്ന്. കാര്യം എന്താ? എൻ്റെ കയ്യിൽ ആ കിരീടവും ചെങ്കോലും ഉണ്ടായിരുന്നുവെങ്കിൽ VD സതീശനെ കൊണ്ട് ഈ നിലപാടെടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അതാണ് ആദ്യത്തെ കാര്യം. വേറൊരു ആസ്പെക്ട് കൂടെ ഉണ്ട്. ഇതൂടെ പറഞ്ഞിട്ട് എന്നെ നിർത്താൻ അനുവദിക്കാവൂ, നിർത്താവൂ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ VD സതീശൻ കാരണമാണ് ഇതിനകത്തോട്ട് കയറാഞ്ഞെന്ന് പറഞ്ഞല്ലോ. സ്വരാജിൻ്റെ വരവോടുകൂടി VD സതീശനും ഭയന്നു എന്നുള്ളതാണ് സത്യം. സ്വരാജിൻ്റെ വരവോടുകൂടി VD സതീശൻ ഈ ഇക്വേഷനകത്ത് ഒരു പ്രശ്നം ഉണ്ടായി. കാര്യം ഏതെങ്കിലും രീതിയിൽ UDF അവിടെ ഒരു തട്ടുകേട് സംഭവിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? VD സതീശൻ്റെ പൊസിഷൻ വളരെ വീക്കാവും. അതുകൊണ്ട് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്, എൻ്റെ വിശ്വാസമാണ്, അത് തെറ്റാകാൻ സാധ്യതയുമില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ജൂനിയർ ആയിട്ടുള്ള വളരെ വ്യക്തമായി രാഷ്ട്രീയം സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ VD സതീശൻ അറിയാതെ അൻവറിനെ കാണാൻ പോകില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അത് എന്റെ ആരോപണമായിട്ട് വേണമെങ്കിൽ എടുത്തോ, എന്നെ വേണമെങ്കിൽ എടുത്തോ. എന്റെ പൊളിറ്റിക്കൽ വിശ്വാസം ശ്രീലാൽകുമാർ സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളിൽ അല്പം കൂടി സതീശൻ ആ മെയ്വഴക്കമുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ. അതൊന്നും ഉപയോഗിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ വളരെ സിമ്പിളാണ്. അവിടെയാണ് കുഴപ്പം. മെയ്വഴക്കം ഉപയോഗിക്കുക. അദ്ദേഹം പറഞ്ഞു വിട്ടിട്ടുള്ളതുകൊണ്ടല്ലേ ഏറ്റവും ശക്തമായിട്ട് എതിർക്കേണ്ടി വരുന്നത്. ഞാൻ ശാസിക്കും എന്നൊക്കെ പറയുന്നതിന് കാര്യം എന്താ? അദ്ദേഹത്തിന് അവിടെ ഒരു അധിക ബാധ്യതയുണ്ട് ഈ പറയുന്ന ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ. VD സതീശന്റെ ഒരു പെർമിഷൻ ഇല്ലാതെ, അങ്ങനെ പെർമിഷൻ VD സതീശൻ ഗ്രാൻഡ് ചെയ്യാതെ രാഹുൽ മാങ്കൂട്ടം തന്നെ പോയി എന്ന് വിശ്വസിക്കാനുള്ള പൊളിറ്റിക്കൽ മണ്ടത്തരം എനിക്കില്ല. അത് എത്ര മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് സംസാരിച്ചാലും എന്നെ കേൾക്കുന്ന ജനങ്ങളോട് ഞാൻ പറയുന്നു, എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തോളൂ. കേരളത്തിൽ അത്രയും സങ്കീർണമായ ഒരു തർക്കം നടക്കുമ്പം, UDFൽ വരണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തർക്കം നടക്കുമ്പം, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മാധ്യമപ്രവർത്തകരെ കണ്ട് VD സതീശനെതിരെ വലിയ ശരവർഷങ്ങൾ വിടുമ്പം, ആ സതീശൻ്റെ പെർമിഷൻ ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടം പോയാൽ, ഈ കോൺഗ്രസിൻ്റെ കടിഞ്ഞാണ് മൊത്തം കയ്യിലിരിക്കുന്ന ഈ പറയുന്ന സതീശൻ്റെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന ആളുടെ പെർമിഷൻ ഇല്ലാതെ പോകത്തില്ല. പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ? പിന്നെ ഈ എപ്പിസോഡിൽ നിന്ന് രക്ഷപ്പെടണം അല്ലേ? ബാക്കിയുള്ളവർ ആരും പറഞ്ഞ പോലെ അല്ല സതീശൻ പറഞ്ഞത്. ശ്രദ്ധിച്ചോ? ബാക്കിയുള്ളവർ പറഞ്ഞു, ഒരാൾ പറഞ്ഞു പയ്യനല്ലേ എന്ന് പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടം പോയത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞത് ശാസിക്കുമെന്നാ. ആ ശാസിക്കും എന്ന് പറയുന്ന പയ്യനാണെന്ന് പറയുമ്പോഴും എനിക്ക് വേണ്ട അനിയനെ പോലാന്ന് പറഞ്ഞിട്ട് ശാസിക്കും എന്ന് പറഞ്ഞതിന് അത് ഞാൻ വളരെ ശക്തമായി ഇടപെട്ടില്ലേ, ശക്തമായി വാണിംഗ് കൊടുത്തില്ലേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കാണിയിൽ നമുക്ക് മനസ്സിലായി. എനിക്ക് അങ്ങനെ എൻ്റെ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലാകുന്നത്. കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു പൊളിറ്റിക്കൽ ഇൻറ്റ്യൂഷൻ ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനകത്ത് എനിക്ക് നിസ്സംശയം പറയും. അപ്പം ഞാൻ ആ പറഞ്ഞ സെന്റൻസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. മിനിഞ്ഞാന്ന് നിന്ന സതീശനല്ല സ്വരാജ് ചെന്ന് കഴിഞ്ഞുള്ള സതീശന് പ്രശ്നം പറ്റിയിരിക്കുന്നത്. സതീശന് മനസ്സിലായിരിക്കുന്നു കാര്യം കുളമാകും, പ്രശ്നമാകും, അത് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. മറ്റാൾക്കാർ ആരും ഈ ദൂതപ്പണി എടുക്കത്തില്ല. കാര്യം സതീശനാണ് ഈ പറയുന്ന പോലെ കേതു നിൽക്കുന്ന പോലെ വെട്ടാൻ നിന്നത്, ഏറ്റവും ന്യൂസൻസ് ഉണ്ടാക്കിയത്. അൻവർ വന്നതോടുകൂടി ഈ പറയുന്നതിനെ ഡീൽ ചെയ്യേണ്ട ഒരു ആവശ്യം സതീശന് തന്നെ വരുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ദൂതനായി പോകുന്നതെന്ന് ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ശരി ഫറൂഖ്, ഇങ്ങനെ ചില ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ച ആ കൂടിക്കാഴ്ചയെ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് എതിർക്കാനാകുക എന്നുള്ളതാണ്. അതിനുശേഷം നോക്കൂ, PV അൻവർ വാസ്തവമാണ്. കാരണം ഇത്രമേൽ വലിയ ആരോപണ ശരങ്ങൾ പ്രതിപക്ഷ നേതാവിനെ പോലെ ഏറ്റവും പ്രഗത്ഭനായ ഈ കോൺഗ്രസിലെ UDFിലെ ഒരു നേതാവിനെതിരെ ഉന്നയിക്കുകയാണ്. അങ്ങനെ ഒരാളുമായി രഹസ്യ സന്ദർശനം സാധിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിന്റെ ഒരു MLA തന്നെ പോകുന്നു. എന്നിട്ടോ ആ വിഷയത്തിൽ ഒരു വിശദീകരണം പോലും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ആവശ്യമില്ല, വിശദീകരണം വേണ്ട എന്നുള്ളതാണ് VD സതീശൻ പറയുന്നത്. ഒന്ന്, പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണം അവിടെ നിൽക്കട്ടെ, ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ തോൽക്കാനുള്ള ഒരു ഡസണിലധികം കാരണങ്ങൾ അക്കമിട്ട് നിർത്തുന്നുണ്ട് PV അൻവർ. അപ്പോൾ അൻവറിനെ ഒപ്പം നിർത്താം എന്നുള്ള ചർച്ചയിൽ ഈ കാര്യങ്ങളൊക്കെ അൻവർ കോൺഗ്രസിനെയും UDFിനെയും നിങ്ങൾക്കത് ബോധ്യമായിരുന്നു? എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് തോൽക്കും എന്നുള്ളത് അൻവർ ബോധിപ്പിച്ചിരുന്നു?
ഇവിടെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറയൂ. ഇപ്പോ അഡ്വക്കേറ്റ് ലാൽ കേൾക്കാമല്ലോ? ഹലോ, കേൾക്കാമോ? പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ ഫറൂഖ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഫറൂഖ് പറയുന്നത് വളരെ വ്യക്തമായി കേൾക്കാം, തുടർന്നോളൂ. ശരി. ഇവിടെ ഇപ്പൊ ലാൽകുമാർ അവസാനിപ്പിച്ചതും അതുപോലെ തന്നെ ആർഷോ ഡിവൈഎഫ്ഐയുടെ നേതാവ് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഭയപ്പാടോട് കൂടിയിട്ടാണ് ഇപ്പൊ അവസാനത്തെ ദിവസം കണ്ടത്. കാരണം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വലിയൊരു സ്ഥാനാർത്ഥി, ഇത്രയും ഇനി പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി ഇല്ല, അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഭയപ്പാടോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു എന്തൊക്കെ പറയുന്നു. ഏതാണ് LDFന്റെ സ്ഥാനാർത്ഥി? നിലമ്പൂരിലുള്ള വ്യക്തി എറണാകുളത്തുള്ള തൃപ്പൂണിത്തറയിൽ പോയി ആദ്യം ജയിച്ചു. രണ്ടാമത് പ്രിയപ്പെട്ട ശ്രീ കെ ബാബുവിനോട് സിറ്റിംഗ് MLA ആയ ശ്രീ M സ്വരാജ് കെ ബാബുവിനോട് പരാജയപ്പെട്ടതിന് ശേഷം നേരെ കുണ്ടന്നൂർ പാലം വഴി ഹൈക്കോടതിയിൽ ഞാൻ തോറ്റിട്ടില്ല എന്നെ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കണം എന്ന് കോടതി. ഫറൂഖ് വഴങ്ങുമെങ്കിൽ ലാൽകുമാറിന് അതിൽ എന്തോ ഒന്ന് പറയാനുണ്ട്, അതുകൂടി എടുത്തു പോയാലോ ഫറൂഖ്? ഞങ്ങൾക്ക് എതിർ സ്ഥാനാർത്ഥി ഒരു പ്രശ്നമേ ഇല്ല. ഫറൂഖ് ഒന്ന് വഴങ്ങുമെങ്കിൽ പറയൂ ലാൽകുമാർ. ഞാൻ ഗ്രൗണ്ട് അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ശരി, ലാൽകുമാർ പറയൂ. അല്ല, എനിക്ക് അതിനകത്ത് ഞാൻ സംസാരിക്കട്ടെ? അല്ലല്ല, അദ്ദേഹം നിർത്തിയാലേ പറഞ്ഞോളൂ. ഒറ്റ ചോദ്യം, ഒരു ചോദ്യം. അല്ല, ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ പറയത്തില്ല. ശരി, ഫറൂഖ് ഒന്ന് വഴങ്ങും. ഫറൂഖ് നമുക്കൊന്ന് കേട്ടെടുത്ത് പോകാം, ചർച്ചയാണല്ലോ, അതാണല്ലോ. അദ്ദേഹം പറയുമ്പോൾ തന്നെ കൗണ്ടറിൽ പറയാനുണ്ടായിരുന്നു. അല്ല ഫറൂഖ്, അപ്പോൾ താങ്കളെ കൈ ഉയർത്തിയില്ലല്ലോ. എന്തായാലും ഒന്ന് കേട്ടു പോകാം നമുക്ക്. പറയൂ ലാൽകുമാർ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. സ്വരാജ് ചോദ്യമാ. സ്വരാജ് ആദ്യം അവിടെ തൃപ്പൂണിത്തറ നിന്ന് ജയിക്കുന്നു. ജയിച്ച ശേഷം സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹം തോക്കുന്നു. വലിയ മാനക്കേടുള്ള കാര്യമാണല്ലോ അല്ലേ? അതുവഴി അപ്പുറം വഴി ഓടുന്നു. അല്ല, ഈ സിറ്റിംഗ് സീറ്റിൽ തന്നെയല്ലേ ബാബു തോറ്റത്? ബാബു മറ്റേ കാസർഗോഡ് നിന്നിട്ടല്ലല്ലോ തോറ്റത്. സിറ്റിംഗ് സീറ്റിൽ തന്നെയല്ലേ ബാബു തോറ്റത്? ആണോ? അപ്പൊ ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഏത് കുട്ടന്നൂർ പാടത്തിലുള്ളത് 7 പാടത്തിൽ കൂടെ ബാബു ഓടിയത്? ഞാനിപ്പോൾ ഇവിടെ ഈ സ്വരാജ് ഇവർ പ്രഗത്ഭ സ്ഥാനാർത്ഥിയാണ്. നിലമ്പൂരിൽ അദ്ദേഹം LDFന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പരാമർശം നടത്തിയത്. ഞങ്ങളൊക്കെ ഭയപ്പെട്ടിരിക്കുന്നു സ്വരാജിനെ കണ്ടപ്പോൾ. ഞങ്ങൾക്ക് ഒരു ഭയമില്ല. സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വന്ന് മത്സരിച്ചാലും ഞങ്ങൾക്ക് ഭയപ്പാടില്ല. കാരണം ഞങ്ങൾ അവിടെ സുസജ്ജമാണ്. ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിക്കെടുക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരുപക്ഷെ കൈരളിയുടെ നിഷ്പക്ഷമായി ഒരു അനലൈസ് ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആ മണ്ഡലത്തിൽ പോകണം, മണ്ഡലത്തിലെ ജനങ്ങളോട് ചോദിക്കണം. പ്രത്യേകിച്ച് പോത്തുകല്ല് ഭാഗത്തേക്ക്, കവളപ്പാറ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി ചോദിക്കണം. ജനങ്ങളുടെ പൾസ് അറിയണം. അവർ പറയുന്ന കാര്യം ഒരു സംശയമില്ല, ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം. ശരി, പക്ഷേ ഫറൂഖ്, അപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നത്, ഫറൂഖ് പറയുന്ന മാത്രയിൽ UDFന് ജയിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യവും അവിടെ ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തെ അല്പം കൂടി ഉപയോഗപ്പെടുത്താനായിരുന്നല്ലോ PV അൻവറിനെ നിങ്ങൾ ഒപ്പം ചേർക്കാൻ ശ്രമിച്ചത്. ആ PV അൻവർ തന്നെ പറയുകയാണെങ്കിൽ നിസ്സംശയം ആര്യാടൻ ഷൗക്കത്ത് തോൽക്കും നിലമ്പൂരിൽ എന്ന്. ഒരു പക്ഷേ സതീശൻ അല്പം കൂടി വഴങ്ങിയിരുന്നെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കേണ്ട ആളാണ് ഇന്നത്തെ ദിവസം PV അൻവർ. ഞാൻ ഒരു കാര്യം, ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെതിരെ മോശമായി സംസാരിച്ച വ്യക്തിയാണ്, പ്രതിപക്ഷ നേതാവിനും അല്ലെങ്കിൽ UDFനെതിരൊക്കെ മോശമായി സംസാരിച്ച വ്യക്തിയാണെന്നൊക്കെ പറയുന്ന നിങ്ങളോട് ഒരു കാര്യം കൂടി. പിന്നെ അതുപോലെ തന്നെ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റെ പഴയ പ്രസംഗങ്ങൾ വിവാദമാണ്, അത് അവർക്കെതിരാണ് ഇവർക്കെതിരാണെന്ന് പറയുന്ന നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കേരളത്തിലെ കൊള്ള സംഘത്തിന്റെ തലവന്റെ പേര് പിണറായി വിജയൻ എന്ന് പറഞ്ഞു പോസ്റ്റിട്ട വ്യക്തിയുടെ പേര് ഡോക്ടർ P. സരിൻ. അദ്ദേഹമായിരുന്നു പാലക്കാട്ടെ LDFന്റെ സ്ഥാനാർത്ഥി. എന്തു പറയാനുണ്ട് നിങ്ങൾക്ക്? ശരി, പക്ഷേ PV അൻവർ UDFുമായും കോൺഗ്രസുമായും ചർച്ച നടത്തുന്ന ദിവസങ്ങളിലും പറയുകയാണ് ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ PV അൻവർ കോൺഗ്രസിനുള്ളിലേക്ക് വരാതിരുന്നത്. അതിലൊരു വ്യത്യാസമുണ്ട് ഫറൂഖ്. എന്ത് വ്യത്യാസം?
എന്ത് വ്യത്യാസം? സുഹൃത്തെ, സരിൻ പറഞ്ഞ കാര്യം താങ്കൾ പറയുന്നു. മറുപക്ഷത്തായിരുന്നപ്പോൾ സരിൻ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ LDF-നോടൊപ്പം CPM-നോടൊപ്പം എന്ന് തീരുമാനിച്ച പ്രഖ്യാപിച്ച നിമിഷം മുതൽ അങ്ങനെ ഒരു വിമർശനം സരിൻ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം. സരിൻ അല്ല ഏതൊരു രാഷ്ട്രീയ നേതാവും. പക്ഷേ അൻവറിന്റെ കാര്യത്തിലോ താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ ആരോപണങ്ങളുണ്ടല്ലോ, ഷൗക്കത്തിനെതിരെ, അൻവറിനെതിരെ, ഇന്നിപ്പോൾ ഇന്നലെ രാത്രി അർദ്ധരാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി ചർച്ച നടത്തിയതിനു ശേഷമുള്ള പകലിലും അൻവർ അതേ കാര്യം പറയുകയാണ്. കോൺഗ്രസിനൊപ്പം നിന്നാണ് നിങ്ങളുടെ നേതാക്കൾക്കെതിരെ പറയുന്നത്. ആ വ്യത്യാസമുണ്ട്, അത് വലിയ വ്യത്യാസമാണ് ഫറൂഖ്. ആര് കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോ? സുഹൃത്തെ, അൻവറിനെ അല്ലേ ഒപ്പം നിർത്താനായി എല്ലാ ശ്രമങ്ങളും നടത്തിയത്? അതിനല്ലേ ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത്? ആ ശ്രമങ്ങൾ നടക്കുമ്പോഴും അൻവർ പറയുന്നത് എന്താണ്? സതീശനിസത്തിനെതിരെയാണ്. ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് ഒരു ഡസനിലധികം കാര്യങ്ങളാണ്. ഇപ്പോൾ PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോ പറയുന്നതൊക്കെ കോൺഗ്രസിന് മേൽ ചാരേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നേരത്തെ പറഞ്ഞ അതേ വർഷം ഞാൻ എടുക്കണം. ഫറൂഖ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ. ശരി, വളരെ ലളിതമായ ഒരു ചോദ്യം ഫറൂഖ്, ഞാൻ ചോദിക്കട്ടെ. ഫറൂഖ് വളരെ വിദഗ്ധമായി ഇതിൽ ഇടപെടുകയാണെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ശരി ഇന്നിപ്പോൾ ഉച്ചയ്ക്കാണല്ലോ PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്? ഇന്ന് ഉച്ചവരെ എന്തുകൊണ്ട് അൻവറിന് മുന്നിൽ UDF-ന്റെ വാതിൽ അടഞ്ഞു കിടന്നു? പറയൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, UDF വ്യക്തതയോടുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ്, അതുപോലെ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാനാണെങ്കിൽ താങ്കളെ ചർച്ചയ്ക്ക് വിളിക്കണ്ടായിരുന്നല്ലോ. താങ്കൾ പറയൂ, ഇന്ന് ഉച്ചവരെ എന്തുകൊണ്ട് PV അൻവറിന്റെ മുന്നിൽ UDF-ന്റെ വാതിൽ അടഞ്ഞു കിടന്നു? ഇപ്പോഴും ഞാൻ നിങ്ങൾ പറയുന്നത്, ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ, പിണറായിസത്തിനെതിരെ ആരൊക്കെയാണോ നിൽക്കുന്ന വർഗീയ കക്ഷികളല്ല, ആരൊക്കെയാണോ ഇടതുപക്ഷത്തിനെതിരെയും പിണറായിസത്തിനെതിരെയും, അവരെല്ലാവരും ഒന്നിച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കണം എന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്, ഉണ്ടായിരുന്നു. സ്വാഭാവികം. അതിൽ BJP ഇല്ല, ഞാൻ വ്യക്തമായി പറയുന്നു, സംഘപരിവാറില്ല. അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾ മനസ്സിനകത്ത് ഞങ്ങളുടെ രാഷ്ട്രീയം അങ്ങനെ തന്നെയായിരുന്നു. സ്വാഭാവികമായും ഇപ്പോൾ അദ്ദേഹം ഈ UDF-ലേക്ക് വരാനുള്ള സാഹചര്യം ഇല്ല, UDF-ന്റെ അംഗമല്ല. താങ്കൾ പറഞ്ഞ അർത്ഥത്തിൽ വിശാലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അൻവർ വന്നില്ല. എന്തുകൊണ്ട് അത് പറയൂ. ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോ PV അൻവർ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ആ കോൺഗ്രസ്സുകാരനായ PV അൻവറിനെയാണ് നിങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നത്. അന്നുണ്ടായ ആ സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂടെയായിരുന്നു 8 വർഷം കണ്ണേ കരളെ അൻവറെ പറഞ്ഞു കൊണ്ടുപോയി. തെറി വിളിച്ചിട്ടാ കൊണ്ടുപോകുന്നത്. കോൺഗ്രസും UDF ഇന്ന് രാവിലെ വരെ കണ്ണേ കരളെ എന്ന് വിളിച്ച ഒരാളാണ് അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഒരു കാര്യം കൂടി ഫറൂഖ്, താങ്കൾ ആവർത്തിച്ചു പറയുന്നത് പിണറായിസത്തിനെതിരെ അൻവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അത് നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണല്ലേ? അപ്പോൾ പിണറായിസത്തിനെതിരെ ചോദ്യമാണ്, പിണറായിസത്തിനെതിരെയുള്ള യോജിച്ച പോരാട്ടത്തിൽ എല്ലാവരെയും ഒപ്പം കൂട്ടാവുന്ന എല്ലാവരെയും നിങ്ങൾ ഒരുമിച്ച് നിർത്തുന്നു. ശരി, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പിണറായിസം? അതൊന്ന് വിശദീകരിക്കൂ. ഞാൻ എന്താ പറയേണ്ടത്? ഇവിടെ പിണറായി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം മരുമകനുക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഭരണമായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് നിഷ്ക്രിയത്വമാണ്. ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് സംഘപരിവാറാണ്. ഞാൻ പറഞ്ഞതല്ല, CPI-യുടെ ഉന്നത നേതാക്കന്മാർ പോലും പറഞ്ഞതാണ്. ഈ നാട്ടിൽ പാവപ്പെട്ട ആശാ വർക്കർമാർ 100 ദിവസത്തിലപ്പുറം സമരം നടത്തുന്ന ആ സ്ഥലത്ത് സമരക്കാരെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പോലും തയ്യാറാവാത്തത് പിണറായിസത്തിന്റെ ഭാഗമാണ്. ഒരു സംശയമില്ല. ആ ഉദാഹരണത്തിലൂടെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പിണറായിസം എന്താണെന്നുള്ളത് മനസ്സിലായി. നമുക്ക് ആകെ ഒരു മണിക്കൂറേ ഉള്ളൂ ഫറൂഖ്, മറ്റുള്ളവരിലേക്ക് കൂടി പോകണം. പിണറായിസം വ്യക്തമായില്ലേ? എനിക്ക് പിണറായിസം എന്താണ്, അൻവർ പറഞ്ഞ നിങ്ങൾ ഏറ്റുപിടിച്ച പിണറായിസം എന്താണ് എന്നുള്ളത് എനിക്ക് സംശയമുണ്ടായിരുന്നു, അത് വ്യക്തമായി. അതേ അൻവർ പറഞ്ഞ സതീശനിസം അതെന്താണെന്നത് കൂടി ഒന്ന് വിശദീകരിക്കൂ ഫറൂഖ്. എനിക്ക് മനസ്സിലായിന്നേ പിണറായിസം എന്താണെന്നുള്ളത്. അൻവർ ആണല്ലോ പിണറായിസത്തെ കുറിച്ച് ആദ്യം പറഞ്ഞത്, അത് നിങ്ങൾ ഏറ്റെടുത്തു. അതേ അൻവർ പറഞ്ഞ സതീശനിസം അതൊന്ന് വിശദീകരിക്കൂ. എന്താണ് സതീശനിസം? ഇന്ന് അദ്ദേഹം ഹിറ്റ്ലറിസം എന്നാണ് പറഞ്ഞത്, അതെന്താണ്? ഞാൻ പറഞ്ഞു വന്നത്, ഹലോ ഒന്നൊന്നിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കും. ഇന്ന് ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. സുരേഷ് ഗോപി പറഞ്ഞു, പ്രിയപ്പെട്ട ശ്രീ K. രാജൻ, ആരാണ് റവന്യൂ വകുപ്പ് മന്ത്രി, രാജനും അതുപോലെ തന്നെ ഗവൺമെന്റിനും നന്ദിയുണ്ട്. തൃശ്ശൂർ പൂരം നമ്മൾ എല്ലാവരും ഒരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോയി. കഴിഞ്ഞ വർഷം 2024 മെയ് മാസത്തിൽ തൃശ്ശൂർ പൂരം നടക്കുമ്പോ ആ തൃശ്ശൂർ പൂരം അലമ്പാക്കിയ ആളുകൾ,
അലമ്പാക്കിയ ആളുകൾ അത് ADGP MR അജിത് കുമാർ വഴി എന്തിനു വേണ്ടി? ഒരു സീറ്റ് തൃശ്ശൂരിൽ BJPക്ക് കിട്ടാൻ വേണ്ടി. ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത് ഞങ്ങൾ പറയുന്നു. അതുപോലെ വെള്ളക്കരം വർദ്ധിപ്പിച്ചത്. നിങ്ങൾക്ക് വേണ്ടത് മാത്രം ഇങ്ങനെ കേൾക്കല്ലേ? താങ്കൾ വിശദീകരിച്ച പിണറായിസം എനിക്ക് മനസ്സിലായി ഫറൂഖ്. അത് അൻവർ മുന്നോട്ട് വെച്ചൊരു ടേമായിരുന്നു. ആ പിണറായിസം മനസ്സിലായി. അപ്പോൾ അൻവർ ഇന്നിപ്പോൾ ഇതാ മുന്നോട്ട് വെച്ചിരിക്കുന്നു സതീശനിസം. എന്താണ് ഫറൂഖ് സതീശനിസം? ഇന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഹിറ്റ്ലറിസം എന്നാണ്. അതെന്താണ്? അതുകൂടി പറയൂ. അത് ചോദിച്ചവരോട് പറയാം. അപ്പോൾ പിണറായിസം അൻവറിനോട് ചോദിക്കണ്ടായിരുന്നോ? പിണറായിസം എന്താണെന്ന് ചോദിച്ചപ്പോൾ താങ്കൾക്ക് വിശദീകരിക്കാൻ വലിയ മിടുക്കായിരുന്നല്ലോ. അതേ PV അൻവർ തന്നെയല്ലേ സതീശനിസത്തെ കുറിച്ചും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മാത്രം ഇങ്ങനെ എടുക്കുന്ന നിലപാട് PM ആർഷോയിലേക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, നേതാവാണ്. അത് ഓർക്കുക, മുഖ്യമന്ത്രിയല്ല. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു പറയട്ടെ. അപ്പോൾ ഇവിടെ നമുക്കറിയാം നാഷണൽ അപ്പോൾ ആർഷോ ഒരു കാര്യം കൂടി ഉണ്ട്. അതെ ആർഷോയുടെ അവസരമാണ്. അപ്പോൾ നാളെ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ആകുകയാണെങ്കിൽ പിണറായിസം കൊണ്ടുവരാൻ കേട്ടോ, കുഴപ്പമില്ല. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം. സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രി അല്ലല്ലോ. അപ്പോൾ സതീശനിസം പ്രശ്നമില്ലാത്ത ഒരു പൊളിറ്റിക്കൽ മൂല്യമാണ്. അല്ല, അതിനകത്ത് ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നൊരു നില ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അവരുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മുൻപിൽ 2016 ഓർമ്മയുണ്ടല്ലോ. 2016 ഇതേ നിലമ്പൂർ മണ്ഡലത്തിൽ ഇവരുടെ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഇന്നത്തെ അതേ സ്ഥാനാർത്ഥി. അതായത് PV അൻവറിനോട് പോലും തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലെ തോൽവിയൊക്കെയാണ് ഇവർ ഈ അളക്കുന്ന മാനദണ്ഡമെങ്കിൽ ഇതേ നിലമ്പൂരിലെ ജനത ഇതിനു മുൻപ് വലിയ ഭൂരിപക്ഷത്തിൽ PV അൻവറിൻ്റെ അടുത്ത് പോലും ഈ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നമുക്ക് 23-ാം തീയതി അറിയാം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ പോയകാല പ്രസംഗങ്ങളെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഡോക്ടർ P. സരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതിലേക്കൊന്നും പോകണ്ടെന്നേ, അതിലേക്കൊന്നും പോകണ്ട. അപ്പം നമ്മുടെ മുൻപിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ചില പ്രസംഗങ്ങളുണ്ടല്ലോ. അപ്പം അതിനകത്ത് തന്നെ KM ഷാജിയുടെ പ്രസംഗമുണ്ട്. ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ പിതാവായിരുന്ന നിലമ്പൂരിലെ മുൻ MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദിനെ കുറിച്ച്. എനിക്ക് എൻ്റെ മാന്യത വെച്ചിട്ട് ഞാൻ എന്തായാലും ഈ പറഞ്ഞ KM ഷാജിയുടെ വാക്കുകൾ ഇതിനകത്ത് ഈ ചാനൽ 4-ൽ ആവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഇനി പോട്ടെ, ഇപ്പോൾ ഇവർ ഈ പറയുന്ന നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഇതിനു മുൻപ്. ഉമ്മൻചാണ്ടിയുടെ ഈ പറഞ്ഞ ആര്യാടൻ മുഹമ്മദൊക്കെ അടക്കമുള്ള ആളുകൾ ഉൾക്കൊണ്ട ക്യാബിനറ്റ്, ആ മന്ത്രിസഭ തീവട്ടിക്കൊള്ളക്കാരുടെ സംഘാണ് എന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ വന്നതെന്ന് പറഞ്ഞ ആളല്ലേ VD സതീശൻ. ഇനി അത് പോട്ടെ, ഉമ്മൻചാണ്ടി നിങ്ങൾ കള്ളക്കടത്തുകാരുടെ ഏജന്റാണ് എന്ന് മൈക്ക് കെട്ടി ഇവിടെ പ്രസംഗിച്ച ആളുടെ പേര് K. മുരളീധരൻ എന്നല്ലേ. അപ്പൊ പ്രസംഗങ്ങൾ എടുക്കാനാണെങ്കിൽ, സ്റ്റേറ്റ്മെന്റുകൾ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഡസൻ കണക്കിന് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കാം. ഇനി പോട്ടെ, ഇതേ ആര്യാടൻ മുഹമ്മദ് ഈ പറഞ്ഞ പോലെ പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞതിൻ്റെ വോയിസ് ബൈറ്റുകൾ ഇപ്പോഴും അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതിലേക്കൊന്നും കടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഇനി നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായിസം ഉണ്ടല്ലോ, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായിസമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് UDF മനസ്സിലാക്കിക്കോ. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇത്രയേറെ ആത്മവിശ്വാസത്തോടുകൂടി നിലമ്പൂരിൽ ഞങ്ങൾ വോട്ടഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിൽ പിണറായിസം തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. നേരത്തെ അസിത UDF പ്രതിനിധിയോട് ചോദിച്ചു എന്താണ് പിണറായിസം എന്ന്. ഞങ്ങൾ പറയാം നിലമ്പൂരിലെ ജനതയെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമുള്ള പിണറായിസം ഉണ്ട്. അത് നിലമ്പൂരിലെ 197ഓളം വരുന്ന കുടുംബങ്ങൾ, ഭൂരഹിതരായിരുന്ന 197 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്ത പിണറായിസാണ്. ആ പട്ടയം ഓടിച്ച കുടുംബങ്ങൾക്കറിയാം എന്താണ് പിണറായിസം എന്നുള്ളത്. അവരനുഭവിച്ചതാ. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമുള്ള 2323ഓളം വരുന്ന ഭവനരഹിതരായിരുന്ന കുടുംബങ്ങൾക്ക് അറിയാം എന്താണ് പിണറായിസം എന്ന്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ അവർക്ക് ഒരു ഘട്ടത്തിലും സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടിനകത്ത് സമാധാനമായി കിടന്നുറങ്ങാൻ വേണ്ടി കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മനുഷ്യരല്ല, കുടുംബങ്ങളല്ല. ആ കുടുംബങ്ങൾക്കറിയാം എന്താണ് പിണറായിസം എന്നുള്ളതിനെ സംബന്ധിച്ച്. ഈ നിയോജക മണ്ഡലത്തിനകത്തെ 24ഓളം വരുന്ന പൊതുവിദ്യാലയങ്ങൾക്കകത്ത് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളുണ്ട്. അവിടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമായ വിദ്യാലയങ്ങളിൽ നിന്ന് തങ്ങളുടെ കുട്ടികൾക്ക് ലഭ്യമാക്കുന്ന രക്ഷിതാക്കൾക്കും ആ നാട്ടിലെ മനുഷ്യർക്കും അറിയാം എന്താണ് പിണറായിസം എന്നുള്ളത്. ആ നിയോജക മണ്ഡലത്തിനകത്ത്
മണ്ഡലത്തിലൂടെ ഈ പറഞ്ഞ മലയോര ഹൈവേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം എന്താണ് പിണറായിസം എന്നുള്ളത്. ആ നിയോജക മണ്ഡലത്തിനകത്ത് 23 പുതിയ റോഡുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കറിയാം എന്താണ് പിണറായിസം എന്നുള്ളത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ 10 പുതിയ പാലങ്ങളിലൂടെ അക്കരെ കടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കറിയാം എന്താണ് പിണറായിസം എന്നുള്ളത്. ഇനി പോട്ടെ, അവിടെ 2016 മുൻപ് സ്വന്തമായി ഒരു വൈദ്യുതി മന്ത്രി ഉണ്ടായിരുന്ന നിയോജക മണ്ഡലമായിരുന്നല്ലോ നിലമ്പൂർ നിയോജക മണ്ഡലം. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിലാണ് ആ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗമായിട്ടുള്ള അവിടുത്തെ ആദിവാസി ഊരുകളുണ്ട്. 7ഓളം വരുന്ന ആദിവാസി ഊരുകൾക്കകത്ത് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ കരണ്ട് എത്തിക്കുന്നതിന് വേണ്ടി, വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല. 7ഓളം വരുന്ന ആദിവാസി ഊരുകൾക്കകത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്ന കഴിഞ്ഞ 9 വർഷക്കാലം അവിടെ വീടുകളിൽ വെളിച്ചമെത്തുമ്പോ സന്തോഷിച്ച മനുഷ്യർക്കറിയാം എന്താണ് പിണറായിസം എന്നുള്ളത്. ഇങ്ങനെ ആ മണ്ഡലത്തിന്റെ സമസ്ത മേഖലകളിലും പോയ കഴിഞ്ഞ 9 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ വികസന പ്രവർത്തനങ്ങൾ ആ നിയോജക മണ്ഡലത്തിലെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ, ഓരോ മനുഷ്യരുടെയും ദൈനംദിന ജീവിതത്തിൽ തൊട്ട് കടന്നുപോയ 9 വർഷക്കാലം അത് അനുഭവിച്ച ആളുകളാണ്. ആ മണ്ഡലത്തിന്റെ നിലവാരം വർദ്ധിച്ചത്, ആ മണ്ഡലത്തിനകത്തെ ജീവിത നിലവാരം വർദ്ധിച്ചത് ആ നാട്ടിലെ മനുഷ്യർ കണ്ടുകൊണ്ടിരുന്നത്. ആ നിലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കൃത്യമായ രാഷ്ട്രീയ നിലപാട് എക്കാലവും ഉയർത്തിപ്പിടിച്ച് ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്ന സഖാവ് പിണറായിസത്തെ ആ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാർക്കും നല്ല ബോധ്യമുണ്ട് എന്ന ധാരണയുടെ പുറത്തു തന്നെ, ആ ആത്മവിശ്വാസത്തിന്റെ പുറത്തു തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനോടൊപ്പം നേരത്തെ ഇദ്ദേഹം പറഞ്ഞല്ലോ സംഘപരിവാറിനെ സംബന്ധിച്ചൊക്കെ, സംഘപരിവാറിനെ സംബന്ധിച്ച് ഞങ്ങൾ പിണറായിസത്തിനെതിരെ RSSനൊഴികെ ബാക്കി എല്ലാവരും കൂട്ടുന്ന പറഞ്ഞു. പക്ഷെ RSSനോട് ഇവര് ചെയ്തെന്താ? ഈ നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ തേരാപ്പാര നടന്നിരുന്ന RSSന്റെ കയ്യിലേക്ക് ഇന്ന് ഞങ്ങളുടെ സംഭാവനയായി ഒരു സ്ഥാനാർത്ഥി ഇരിക്കട്ടെ. ഇവിടെ 2 ദിവസം മുൻപ് യുഡിഎഫിന്റെ മണ്ഡലത്തിലെ കൺവെൻഷനുകൾക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരുന്ന യുഡിഎഫിന്റെ ഇതേ VD സതീശൻ ചെയർമാനായിട്ടുള്ള യുഡിഎഫിന്റെ ഒരു സംസ്ഥാന നേതാവിനെ തന്നെ RSSനും BJPക്കും സംഭാവന ചെയ്ത് മഹാന്മാർ ഇവിടെ വന്നിരുന്നിട്ട് ഈ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. ആ രസത്തെ ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ അതെല്ലാം കണ്ടുകൊണ്ട് ഫറൂഖിന് എന്തോ ഒന്ന് പറയാനുണ്ട്, ഞാൻ അതുകൂടി കേൾക്കാം. ഫറൂഖ് പറയൂ. വളരെ വേഗം വേണം. ശരി, വേഗം. അതെ, ഇവിടെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളൊക്കെ ഈ പിണറായിസം ഉള്ള സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ വ്യക്തിയോട് പറയാണ്, ഈ പിണറായിസം പറഞ്ഞു നിങ്ങൾ തൃക്കാക്കരയിൽ പോയി മത്സരിച്ചു, അവിടെ ദയനീയമായി പരാജയപ്പെട്ടു. ഈ പിണറായിസം നിങ്ങൾ പറഞ്ഞു അവിടെ പുതുപ്പള്ളിയിൽ പോയി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഈ പിണറായിസമാണ് ഞങ്ങൾ പറയുന്ന പിണറായിസം ഇതാണെന്ന് പറയുന്ന മിസ്റ്റർ ഹർഷോ, നിങ്ങൾ പാലക്കാട് മത്സരിച്ചു, ദയനീയമായി പരാജയപ്പെട്ടു. ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിലാണ് വിജയിച്ചത്? ഏത് തെരഞ്ഞെടുപ്പിലാണ്? പിന്നെ വികസനത്തിന്റെ കാര്യം പറഞ്ഞു. ഒറ്റ കാര്യം പറയുള്ളൂ, അൻവർ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞതും അൻവർ തന്നെയാണ്. അപ്പോൾ ഫറൂഖിന് അത്തരം ചില ആക്ഷേപങ്ങൾ ഈ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉണ്ടല്ലോ ഫറൂഖ്. അല്പം മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞ ചില വാചകങ്ങളെയും, സർക്കാരിനെ അഭിനന്ദിച്ച് സുരേഷ് ഗോപി പറഞ്ഞ ചില വാചകങ്ങളെയും ഫറൂഖ് ചില തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. ഞാൻ വരാം, എല്ലാവരും കയ്യൊപ്പം ഞാൻ കാണുന്നു. ഞാൻ വരാം ഫറൂഖ്. അപ്പോൾ ഫറൂഖ് ഈ പറയുന്ന പിണറായിസത്തിനെതിരെയുള്ള വികാരമുണ്ടല്ലോ, അതിന് മറുപടി മറ്റു ചിലർ പറയും. ഫറൂഖിന്റെ ഒപ്പമൊക്കെ ഉള്ളവരാണ്. അതൊന്ന് കേൾക്കാം നമുക്ക്. സുരേഷ് ഗോപി മാത്രമല്ല കേട്ടോ പറഞ്ഞത്, ആ ചില പ്രതികരണങ്ങളിലേക്ക്. മുഖ്യമന്ത്രിയുടെ ഒരു ചെറിയൊരു വാക്ക് പറയട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാടിന് വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യത്തിന് വേണ്ടി ഞാൻ നല്ല വാക്ക് പറയുമ്പോൾ ചിലവരത് രാഷ്ട്രീയം കാണാൻ ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്. യെസ് ഫറൂഖ്, ആദ്യം സംസാരിച്ചത് ശശി തരൂർ, പിന്നീട് മുല്ലപ്പള്ളി. VD സതീശന്റെ ഒരു പ്രതികരണം ഇപ്പോൾ കാണിക്കുന്നുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം. മഹാപ്രളയത്തിന്റെയും കോവിഡ് മഹാമാരിയുടെയും കാലത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. പലവട്ടം. ഒന്നുകിൽ അദ്ദേഹം തന്നെ ഫോൺ എടുക്കും, അല്ലെങ്കിൽ 10 മിനിറ്റിനകം തിരിച്ചു വിളിക്കും, എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കും. അതിനുശേഷം ഒരു മറുപടി അദ്ദേഹമോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നമ്മെ അറിയിക്കും. അത് എന്നെ തീർച്ചയായും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സംസാരിച്ചാൽ യെസ് എന്നോ നോ എന്നോ പറയും. നോ എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ കാരണവും
വ്യക്തമായി പറയും. യെസ് ആണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്, അത് ശരിയാണ് എന്ന് പറയും. എന്നിട്ട് വേണ്ട നടപടി സ്വീകരിക്കും. എന്തായാലും വിളിച്ചാൽ ഒരു തീരുമാനമുണ്ടാകും. രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി എന്നീ നിലകളിൽ എനിക്ക് അദ്ദേഹത്തോട് അടുപ്പം തോന്നിച്ച ഘടകമാണിത്. ഹർഷോ, ഇതുകൂടിയായിരിക്കും പിണറായി സമല്ലേ? തീർച്ചയായും ഇത് തന്നെയാണ് പിണറായിസം. ഇനി അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവർ ഈ കണക്കൂട്ടിയിരിക്കുന്ന ഇരിപ്പ് UDFന്റെ കുത്തക മണ്ഡലങ്ങളായിരുന്ന ഈ പറഞ്ഞ പുതുപ്പള്ളി, അതേപോലെ തന്നെ തൃക്കാക്കര, അവിടുത്തെ സിറ്റിംഗ് MLA-മാർ മരണപ്പെടുന്നു. സിറ്റിംഗ് MLA-മാരുടെ മരണത്തിന്റെ തുടർച്ചയിൽ അവരുടെ തന്നെ കുടുംബാംഗങ്ങൾ മത്സരിക്കുന്നു. ഈ മണ്ഡലങ്ങളും ഈ മണ്ഡലങ്ങളിലെ വോട്ടിന്റെ കണക്കും വെച്ചിട്ടാണ് നിങ്ങൾ നിലമ്പൂരിലേക്ക് വരുന്നത് എങ്കിൽ സ്വാഭാവികമായും നിലമ്പൂരിലെ മനുഷ്യർ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരും എന്നുള്ളത് നിങ്ങൾക്ക് 23-ാം തീയതി ബോധ്യപ്പെടും. ഈ കണക്കാണ് നിങ്ങളുടെ കണക്കെങ്കിൽ 23-ന് ബോധ്യപ്പെടും. ഇനി അതിനോടൊപ്പം ഒരു കാര്യം കൂടെ, ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വികസന കരുത്ത് പ്രിയപ്പെട്ട UDF-ന്റെ പ്രതിനിധി നിങ്ങൾ എഴുതി വെച്ചോ 1535 കോടി 34,20,585 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ നിലമ്പൂർ മണ്ഡലത്തിൽ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ആ നാട്ടിലെ മനുഷ്യരോട് വോട്ട് ചോദിക്കുന്നത്. ക്ലിയർ. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വരാജിനെതിരെ വലിയ വിമർശനം, ആരോപണം PV അൻവർ പടച്ചുവിടുന്നു. മാധ്യമങ്ങൾ പോലും ഏറ്റെടുക്കുന്നു. കവളപ്പാറയിൽ ദുരന്തമുണ്ടായപ്പോൾ PV അൻവറിനെതിരെയല്ല, സ്വരാജിനെ അവിടെയൊന്നും കണ്ടില്ല പോലും. അപ്പോൾ അൻവറിന്റെ തന്നെ ചില പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്വരാജ് അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ തെളിവായി വരുന്നു. അപ്പോൾ ഇന്നത്തെ അൻവറിന്റെ ചെക്ക് താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? മുണ്ടെടുത്ത സ്വരാജിനെ നിങ്ങൾ എല്ലായിടത്തും, അതായത് വെള്ളമുണ്ടെടുത്ത സ്വരാജിനെ നിങ്ങൾ കണ്ടു കാണും. കൈലിമുണ്ടെടുത്ത സ്വരാജിനെ കാണിക്കാനാകുമോ എന്ന്? എന്തൊരു രാഷ്ട്രീയമായ അധപതനത്തിലേക്ക് അൻവറിനെ പോലൊരു നേതാവ് എത്തിയിരിക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ താങ്കൾ. അല്ല, അദ്ദേഹം ഈ പറയുന്ന പൊളിറ്റിക്കലി അദ്ദേഹം ഇറാറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴല്ല, കുറച്ച് ദിവസമായി. അദ്ദേഹത്തിന് സംഭവിച്ചൊരു കാര്യം കൂടെ പറഞ്ഞാൽ വളരെ വ്യക്തമായി ഇതിന് ചർച്ചയ്ക്ക് ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ആ പോയിന്റ്സിനൊരു ഒരു പ്രോപ്പർ പെർസ്പെക്റ്റീവിൽ കൊണ്ടുവരാൻ പറ്റും. എന്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം വിചാരിച്ചത് ഇവിടുന്ന് പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കി ഇറങ്ങിപ്പോവുക, UDF കയറുക, UDF അടുത്ത പ്രാവശ്യം നിലമ്പൂർ മത്സരിക്കുക, അടുത്ത പ്രാവശ്യം മത്സരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന രാജിവെച്ച് മത്സരിക്കുക, അടുത്ത പ്രാവശ്യം ഒരു മന്ത്രിയാകുക. ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ആ സംഭവം കയ്യിൽ നിന്ന് പരാജയപ്പെട്ടത് അപ്പുറത്ത് കുറച്ച് പേർ ഇദ്ദേഹത്തിനെതിരെ നിൽക്കുന്നുള്ളതാണ്. ആ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ അദ്ദേഹം വീണ്ടും അധിക്ഷേപം തുടങ്ങി. ഇത് ഇപ്പുറത്തു നിന്ന് പോകാൻ ഒരു കാരണം, ഒരു പൊളിറ്റീഷ്യൻ ഇപ്പുറത്തു നിന്ന് അപ്പുറത്തേക്ക് പോകാൻ ഒരു കാരണം വേണം, ഒരു സബ്സ്റ്റാൻഷ്യൽ റീസൺ വേണം. ആ സബ്സ്റ്റാൻഷ്യൽ റീസൺ ഏതേലും തരത്തിൽ അൻവർ ഈ കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോപണം കുറേ പറയുക, അയാൾ ഇങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ ചെയ്തു, അതിപ്പം VD സതീശൻ എല്ലാ ദിവസവും പറയുന്നില്ലേ? VD സതീശൻ തന്നെ മറ്റാൾക്കാരെ കുറിച്ച് പറയുന്നില്ലേ? രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആണ്. ഇപ്പോൾ VD സതീശൻ പിണറായിസത്തിനെതിരെ എതിർക്കുന്നു. പിണറായിസം എന്ന് പറയുന്ന ഡെഫിനിഷനിൽ അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങൾ കാണാം, നമ്മൾ പറയുന്ന ഡെഫിനിഷനിൽ വേറെ വ്യത്യാസം കാണാം. വിമർശനങ്ങളുണ്ടാവും, ബഹളങ്ങളുണ്ടാവും, തർക്കങ്ങളുണ്ടാവും. പക്ഷേ ആ രീതിയിലല്ല അൻവർ അവതരിപ്പിക്കുന്നത്. അതാണ് അടുത്ത പ്രശ്നം. ഒരു നോർമൽ ആൾ സംസാരിക്കുന്ന രീതിയിൽ അല്ല അൻവർ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ അബ്നോർമലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന, അബ്നോർമൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്. അത് കഴിയുമ്പോൾ VD സതീശൻ ഉമ്മ കൊടുക്കുന്നു. VD സതീശൻ ഉമ്മ കൊടുത്ത് കഴിയുമ്പോഴത്തേന് അദ്ദേഹം പറയും പിന്നെ ആ ഉമ്മ കൊടുത്ത് ശരിയായില്ല, അദ്ദേഹം പറഞ്ഞിട്ട് ആ ഉമ്മ കൊടുത്തു എന്ന് പറയും. അങ്ങനെ വളരെ മോശമായ രീതിയിലാണ് VD സതീശനെ കുറിച്ചും അൻവർ പറഞ്ഞതെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. എനിക്കതിനകത്ത് ഒരു തെറ്റുമില്ല, എനിക്കൊരു കൺഫ്യൂഷൻ പോലും ഇല്ല. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അൻവറിനെ പോലെ ഒരാൾ, ഒരു MLA ആയിരുന്ന ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ല. ആ പറയാൻ പാടില്ല എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണവും അല്ലെങ്കിൽ സ്വരാജിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണത്തിനും ബാധകമാണെന്നുള്ളതാണ്. അപ്പുറത്ത് അല്ലെങ്കിൽ അൻവർ ഇവിടെ നിന്ന് പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അൻവർ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോയി അദ്ദേഹത്തെ അകത്ത് കയറ്റാൻ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കോൺഗ്രസ് നേതാക്കന്മാരുണ്ടല്ലോ അല്ലേ? ഈ സതീശൻ ഒഴിച്ച്, ഇന്നത്തെ ഡെഫിനിഷൻ അല്ല, മിനിഞ്ഞാന്നത്തെ ഡെഫിനിഷൻ അനുസരിച്ച് സതീശൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് സതീശൻ നയിക്കുന്നതിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പം അവസാന അമിക്കബിൾ സെറ്റിൽമെന്റ് ആണ് ഇന്നലെ സതീശൻ
രാഹുൽ മാങ്കൂട്ടം വഴി നോക്കിയെന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം സതീശൻ നോക്കുന്നത് എന്താ? സതീശന്റെ തടി കഴിച്ചിലാക്കാനാണ് സതീശൻ നോക്കുന്നത്. സതീശന്റെ തടി കഴിച്ചിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം നിലമ്പൂരുന്നുണ്ടോ? കാര്യം കോൺഗ്രസിന്റെ രാഷ്ട്രീയം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ഈ പറയുന്ന കടുംപിടുത്തം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൊസിഷൻ പോകും. ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുത്ത് നോക്കൂ. ഉമ്മൻചാണ്ടി കേന്ദ്രവുമായി AICCയുമായി തർക്കിച്ച് സീറ്റ് മേടിച്ചതാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് അന്ന് പിന്നീട് ഒത്തിരി പ്രശ്നം ഉണ്ടായത് എന്ന് പറയുന്ന ഒരു പ്രശ്നം VD സതീശനും നേരിടുന്നുണ്ട്. VD സതീശൻ എല്ലാവരും അക്സെപ്റ്റബിൾ ആയിട്ട് നിൽക്കുന്ന വെൽ എംബ്രേസിംഗ് ലീഡർ അല്ല കോൺഗ്രസിൽ. കോൺഗ്രസിൽ VD സതീശനെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഇൻക്ലൂഡിംഗ് രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ ഈ പറയുന്ന K മുരളീധരൻ, ഇവർ അല്ലെങ്കിൽ സുധാകരൻ, ഇവരൊക്കെ VD സതീശനെ എതിർക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ VD സതീശനെ എതിർക്കുമ്പം ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ സെറ്റിൽമെന്റ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺസീലിയേഷനിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതിനകത്തൊരു ബുദ്ധിമുട്ട് വരും എന്ന് കൃത്യമായിട്ട് അറിയാം. ഫറൂഖ്, ഈ അടുത്ത വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്ന സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അറിയാതെ പോകുന്ന ചില ആളുകളുണ്ട്. വാസ്തവത്തിൽ കോൺഗ്രസിന്റെയും UDFന്റെയും അവസ്ഥ ഇതല്ലേ? BJPയുടെ സ്ഥാനാർത്ഥി NDയുടെ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ പ്രഖ്യാപിക്കുമ്പോൾ എവിടെ നിന്നാണ് സ്ഥാനാർത്ഥി എന്നറിയാം? അല്ല, ഇവിടെ നേരത്തെ ഞാനൊരു കാര്യം കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. ശ്രീ ലാൽകുമാർ പറഞ്ഞു ശ്രീ അൻവറിന്റെ സ്വഭാവം, അൻവർ ഇത്രയും മോശമായുള്ള പ്രതികരണങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയണം. അൻവർ ഇടതുപക്ഷത്തിൽ നിൽക്കുമ്പോൾ, അൻവർ പിണറായിയുടെ സ്വന്തമായി MLA നിൽക്കുമ്പോൾ എത്ര പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് എത്രയെ പോലും നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ഈ ലാൽകുമാറിനെ പോലുള്ള ഒരാൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ലാൽകുമാർ പറഞ്ഞത് സതീശനെതിരെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ്. അന്നത്തെ കാര്യത്തിൽ എന്താ മിണ്ടാഞ്ഞത്? അല്ല സുഹൃത്തെ, താങ്കൾ പറഞ്ഞത് നിങ്ങളുടെ നേതാക്കൾക്കെതിരെയുള്ള ആക്ഷേപമല്ല. ഇപ്പോഴും ലാൽകുമാർ അത് തന്നെയാണ് പറയുന്നത്, സതീശനെതിരെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. അല്ല, അന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞപ്പോൾ ഈ പിന്നെ ഇവരുടെ പ്രതികരണം ശരി, ഞാൻ ലാലിനോട് ചോദിക്കാം. ശരി, എനിക്ക് സമയമില്ല. ലാലിനോട് ഞാനത് ചോദിക്കുന്നുണ്ട്. ഫറൂഖ്, ഞാൻ ചോദിച്ച കാര്യത്തിന് മറുപടി പറയൂ. BJP സ്ഥാനാർത്ഥിയെ UDF സ്പോൺസർ ചെയ്തിരിക്കുന്നു, അറിഞ്ഞിരുന്നോ ഫറൂഖ്? ഒന്ന് ഒരൊറ്റ കാര്യം പറയാം. ഇതൊക്കെ നിങ്ങൾ അടുത്ത ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. ഒരു കാര്യം പറയട്ടെ, പാലക്കാട് നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ആരായിരുന്നു BJPക്ക് സഹായകരമായ സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്തത്? ആരാണ്? നിങ്ങളറിയാം, അവിടെ ഒരു നീലപ്പെട്ടി, ആ നീലപ്പെട്ടി വിവാദത്തിൽ റഹീമും BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് രാജേഷും ഒക്കെ ഉണ്ടായ ആ ഡാൻസ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ? നിങ്ങൾ ഒരുമിച്ച് നിന്നില്ലേ? CJP കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് നിങ്ങൾ രൂപം കൊടുത്തില്ലേ? എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒരു തരത്തിലും അവിടെ ഒന്നും സംഭവിക്കാതെ 18,800 വോട്ടിന് വിജയിച്ചു. തൃക്കാക്കരയിൽ ഞങ്ങൾ വിജയിച്ചു, UDF വിജയിച്ചു, പുതുപ്പള്ളിയിൽ വലിയ വിജയമുണ്ടായി, പാലക്കാടും ഉണ്ടായി, ചേലക്കരയിൽ 40,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായി. നിങ്ങൾ വെറും 12,000 വോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, 23-ാം തീയതിയിലെ ദിവസം ഞങ്ങളുടെ വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനം വിജയിക്കുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ അംഗീകരിക്കുന്നു. BJP സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മറുപടി ഉണ്ടോ? ഇന്ന് അദ്ദേഹം UDF മെമ്പർഷിപ്പ് പോലും രാജിവെക്കാതെയാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് കേൾവി. BJPയുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് നിങ്ങളുടെ ആളാണെന്ന് പറയുന്നത്, നിങ്ങളുടെ ആളുകളാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗോ? നിങ്ങൾ ആളുകളാണ് അദ്ദേഹത്തെ ഒരു കേരള കോൺഗ്രസിലുമില്ല. നിങ്ങൾ ആളുകളാണ്, ഞങ്ങളല്ല. ശരി, ഒരു കാര്യം പറയാം. ശരി, എനിക്ക് സമയമില്ല. ഹർഷ, അപ്പോൾ ഇതാ നിങ്ങളോടൊപ്പമുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഒരു നേതാവ് BJPയിൽ മത്സരിക്കുന്നുണ്ട് നിലമ്പൂരിൽ. വേഗം തീർക്കണേ ഹർഷ. അല്ല, ഇതിപ്പോ ഏറെക്കുറെ PV അൻവറിന്റെ അതേ അവസ്ഥയിലേക്ക് കോൺഗ്രസിന്റെ പ്രന്തി അടക്കം എത്തിച്ചേർന്നു എന്ന് PV അൻവർ പറഞ്ഞത് VD സതീശന്റെ പുറകിൽ പിണറായി വിജയനാണെന്നാണ്. അപ്പൊ ഈ നിലയിൽ പരസ്പര ബന്ധമില്ലാതെ സ്ഥിരതല്ലാത്ത നിലയിലേക്ക് ആൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇടയിൽ കയറാതിരിക്കും ദയവീത് അതിൽ കയറാതിരിക്കും. അല്ലെങ്കിൽ മ്യൂട്ടാക്ക്. ഇനി നേരത്തെ ഫറൂഖ് കുറെ വിഷമം പറഞ്ഞു. ഈ അൻവർ നേരത്തെ ഈ ശ്രീ VD സതീശനെ അസഭ്യം പറഞ്ഞുകൊണ്ടേ ഇരുന്നു എന്നുള്ളതൊക്കെ. ഇതേ വിഷമം അങ്ങനെ ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തോട് എന്ന് പറഞ്ഞാൽ മതി. ഇതേ രാഹുൽ മാങ്കൂട്ടാണ് ഈ അസഭ്യം പറഞ്ഞ് VD സതീശന്റെ കാല് പിടിക്കുന്നതിന് വേണ്ടി രാത്രി കയറി ഇറങ്ങിയത് എന്നുള്ളത് ഫറൂഖ് മനസ്സിലാക്കുക. ഇനി PV അൻവറിന്റെ മുൻപിൽ വലിയ സാധ്യത ഉണ്ട്. PV അൻവറിന്റെ സാധ്യതകളൊന്നും അടഞ്ഞു പോയിട്ടില്ല. PV അൻവറിന് VD സതീശൻ
ചെയർമാനായ UDF പ്രവേശിക്കുന്നതിന് വേണ്ടി മാത്രമേ പ്രയാസമുള്ളൂ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. വീണ്ടും UDF പ്രതിപക്ഷത്തിരിക്കും. സ്വാഭാവികമായും അവർ പ്രതിപക്ഷ നേതാവിനെ മാറ്റും. പുതിയ പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ പുതിയ UDF ചെയർമാൻ വരും. ആ UDF ചെയർമാന് കീഴിൽ PV അൻവറിന് UDF-നകത്ത് നല്ല ഭാവിയുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത്. അല്ല, ഒരു ചർച്ചയിൽ പലപ്പോഴും ചിരിയോടുകൂടി അവസാനിപ്പിക്കാൻ പറ്റിയ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ന് കോൺഗ്രസ് പ്രതിനിധിയുടെ ഈ പറയുന്ന BJP-യുടെ കാൻഡിഡേറ്റ് LDF-ന്റെ ആളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നല്ല ചിരിയോടുകൂടി ഇത് അവസാനിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ഇത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നിങ്ങളിപ്പോൾ ഇത് എന്തൊരു അധാർമികമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ചുമ്മാ പറയുന്നതല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും പഴിചാരി ഒരു കാരണവശാലും ഒരു ഉത്തരവില്ലാതെ വരുമ്പോൾ പറയുന്നത് എന്താ, അത് CPM ആണെന്ന് പറഞ്ഞു. എത്ര എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള UDF-ന്റെ മെമ്പറായിട്ടിരുന്ന ആള്, അതിന്റെ മീറ്റിങ്ങിന് വരുന്ന ഒരാൾ, അവരെ തെരഞ്ഞു പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. കഴിഞ്ഞ ദിവസം DCC ജനറൽ സെക്രട്ടറിയോ ആ റാങ്കിലിരുന്ന ഒരു ലേഡിയെ അവർ ഉന്നം വെച്ചിരുന്നത്. സതീശൻ അവരുടെ വീട്ടിലോട്ട് ഓടി പോകരുതെന്ന് പറയാൻ കോൺഗ്രസിന്റെ പ്രതിനിധി അത് ഓർക്കുന്നുണ്ടോ? ജനങ്ങൾ ഓർക്കണം. അത് സതീശൻ ഓടിച്ചെന്ന് പിടിച്ചു നിർത്തുമായിരുന്നു, പോകരുതേ, സ്ഥാനാർത്ഥിയാകരുതെന്ന്. അത് ഈ വാർത്ത ഇവിടെ വന്നാണ്. അത് കഴിഞ്ഞ് അവർ BJP-ക്കാർ വളരെ കൃത്യമായി അവർ കൊണ്ടുവന്ന് നിങ്ങളുടെ ആളെ വീണ്ടും റാഞ്ചി കൊണ്ടുപോയി. അതിനും പിണറായി വിജയൻ മറുപടി പറയണം. ഇത് കുറെ കഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ഏത് കാര്യം പറഞ്ഞാലും പിണറായി വിജയനും LDF-ഉം മറുപടി പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൾക്കാർ ഇപ്പോൾ പോട്ടെ, നാളെ വേറെ ആരെങ്കിലും നിങ്ങളുടെ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും BJP ചേർന്ന് കഴിഞ്ഞാൽ അതും പിണറായി വിജയനാന്ന് പറയുമല്ലോ, ഈ അൻവർ പറയുന്ന പോലെ. ഇങ്ങനെ പോയാൽ നിങ്ങൾ എവിടെ നിൽക്കുന്നത്? നിങ്ങൾക്കൊരു ഉത്തരവില്ലെങ്കിൽ നിങ്ങൾ ഉത്തരവില്ല എന്ന് പറയുക, തല താത്തിരിക്കുക, തെറ്റില്ല. ജനം നിങ്ങളെ ബഹുമാനിക്കും, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഞാൻ എല്ലാ ശബ്ദവും ഉയർത്തിയാ പറയുന്നത്. നിങ്ങൾക്കൊരു ഉത്തരവില്ലാത്തടത്ത്, എനിക്കൊരു ഉത്തരവില്ലാത്തടത്ത് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ തല താഴ്ത്തിയിരുന്നാൽ നിങ്ങളുടെ നിസ്സഹായത ആ സമൂഹം മനസ്സിലാക്കും. അതിന് ഒരു അപ്പുറത്തിരിക്കുന്നവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങളെ ആൾക്കാരും താടിക്ക് തട്ടും. നിങ്ങളുടെ രാഷ്ട്രീയത്തെ, നിങ്ങളുടെ വ്യക്തിയെ നല്ലല്ല. താങ്കൾ മാത്രമല്ല, ഇതാണ് UDF മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ താടിക്കായിരിക്കും തട്ടുന്നത്. അത്ര അധപ്പതനമായി പോകുന്നത്. നിങ്ങൾ തലതാത്തിയിരിക്കൂ, ഉത്തരവില്ല എന്ന് പറയൂ. അതിന് അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. ശരി, ഞാൻ എന്തായാലും അവസാനിപ്പിക്കുന്നു. സമയപരിമിതി ഉണ്ട്. ഫറൂഖ് ക്ഷമിക്കുക, വരാൻ സമയമില്ല. എന്തായാലും വളരെ നന്ദി PMR ഷോ, ഫറൂഖ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് LR കുമാർ, ന്യൂസ് ആൻഡ് വിസിൽ സഹകരിച്ചതിന്.